أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള നമ്മുടെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, 54-ാമത്തെ ജമ്മിന്റെ ക്ലാസ്സാണ് ആരംഭിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. اللهم بارك لنا في تعلمنا وتعليمنا في اجتماعنا في جميع أمورنا كما باركت على عبادك الصالحين. ഇന്നലെ ചർച്ച ചെയ്തതിന്റെ ബാക്കി ഭാഗം തുടങ്ങട്ടെ. കഥ ഇടുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ സുക്കൂത്തിയായിരിക്കുന്ന ഇജ്മാഇനെ കുറിച്ച് അമ്മട്ടുകൊണ്ടാണ് മറ്റു മഅ്തൂഫുകളെ തൊട്ടൊക്കെ മുസന്നിഫ് കൊണ്ടുവന്നു പറഞ്ഞു. അത് ഖിലാഫിലേക്കുള്ളൊരു സൂചനയാണെന്നും അതിനോടനുബന്ധിച്ചു കൊണ്ട് തന്നെയാണ് കഥ എടുത്തുകൊണ്ട് പറയുക. കഥ ഇപ്രകാരം തന്നെയാണ്. അൽ ഖിലാഫു, അഭിപ്രായമുണ്ട് എന്തിലും ഫീമാലം യന്തശിർ മിമ്മാ ഖീല, പറയപ്പെട്ടതിൽ നിന്ന് വ്യാപകമാവാത്തതിൽ, പരന്നിട്ടില്ല, അങ്ങനെ വ്യാപകമാവാത്തതിൽ ഉള്ള അഭിപ്രായം ഇതുപോലെ തന്നെയാണ്. ഇത് പരക്കാതിരിക്കല് എങ്ങനെയാ? അല്ലം യബ്ലുൽ കുല്ല, ആ പറഞ്ഞ വിഷയം എല്ലാവർക്കും കിട്ടിയിട്ടില്ല. വലം യഅരിഫ് ഫീഹി മുഖാലിഫുൻ, ആ ഒരു വിഷയത്തിൽ മുഖാലിഫ് അറിഞ്ഞതുമില്ല, എല്ലാവർക്കും കിട്ടിയതുമില്ല. മുഖാലിഫ്, എതിരാകുന്ന ആള് ആ വിഷയത്തിൽ അറിഞ്ഞതുമില്ല. അലിവലം യുഅറഫ് ഫീഹി മുഖാലിഫുൻ, ആ വിഷയത്തിൽ മുഖാലിഫിന് അറിയപ്പെട്ടതുമില്ല, എല്ലാവർക്കും ഇത് എത്തിയതുമില്ല. ഇങ്ങനെ വരുമ്പോഴാണല്ലോ ഇന്തിഷാർ ഇല്ലാതിരിക്കുക. അങ്ങനെ ഇന്തിഷാർ ആവാത്ത ആ ഒരു ഇജ്മാ ഉണ്ടല്ലോ, സുക്കൂത്തിയായ ഇജ്മാ, അതിലും ഖിലാഫ് ഇങ്ങനെ തന്നെയാണ്. ഖീല, പറയപ്പെട്ടിട്ടുണ്ട് ഇത് ഖിലാഫിൽ, ഈ പറഞ്ഞ മുന്തശിറാവാത്ത കാര്യത്തിൽ മറ്റുള്ളവർക്കൊന്നും എത്തിയിട്ടില്ല, ഖിലാഫ് അറിയപ്പെട്ടില്ല. അപ്പൊ ഇജ്മാന്റെ പോസ്റ്റാണല്ലോ, അത് ഹുജ്ജത്തിന് പറ്റുമല്ലേ? ഖീല പറയുന്നു, ഇന്നു ഹുജ്ജത്തുൻ, അത് ഹുജ്ജത്ത് തന്നെയാണ്. എന്തുകൊണ്ട് ഹുജ്ജത്തായെന്ന് ചോദിച്ചാൽ ലിഅദമി ളുഹൂരി ഖിലാഫിൻ ഫീഹി, ആ ഒരു വിഷയത്തിൽ ഖിലാഫ് വെളിവായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഖിലാഫ് വെളിവാവാത്തത് കൊണ്ട് ഹുജ്ജത്തിന് പറ്റും എന്ന് നമുക്ക് പറയാം എന്നാണ് ഖീലക്കാര് പറയുന്നത്. എങ്കിൽ ഖീലക്കാർക്ക് എതിരിലാണ് ബഹുഭൂരിഭാഗവും നിൽക്കുന്നത്. വഖാലു, അധിക പേരും പറഞ്ഞു ലൈസ ബി ഹുജ്ജത്തിൻ, ഇത് ഹുജ്ജത്തിന് പറ്റൂല, ഇത് ലക്ഷ്യത്തിന് പറ്റൂലല്ലോ എന്നാണ്. ലക്ഷ്യത്തിന് പറ്റൂല എന്ന് പറയാൻ കാരണം ലിഇഹ്തിമാലി അല്ലാ യകൂന ഗൈറുൽ ഖായിലി ഖാലിൻ ഫീഹി, ഇതിൽ പറയാത്ത ആള് ആ ഒരു വിഷയത്തിൽ പ്രവേശിക്കുന്ന ആളാവാതിരിക്കാനോ, അങ്ങനെ ഇഹ്തിമാൽ വേറല്ലോ, ഇതിൽ പറഞ്ഞിട്ടില്ല. ആ പറയാത്ത വ്യക്തി അതിൽ പ്രവേശിക്കാത്ത ആളാവാലോ, അങ്ങനെയും വരാൻ ഇഹ്തിമാൽ ഉണ്ടാകുമ്പോൾ അത് ഹുജ്ജത്തിന് പറ്റൂല, അങ്ങനെയൊക്കെ വരാലോ എന്നുള്ളതാണ്. വലോ ഖാല ഫീഹി, ഈ പറയാത്ത ആള് അതിലെങ്ങാനും പ്രവേശിച്ചിരുന്നുവെങ്കിൽ ലഖാല ബിഖിലാഫി ഖൗലി ദാലിക്കൽ ഖായിലി, ആ പറഞ്ഞ ആളുണ്ടല്ലോ അയാളുടെ ഖൗലിന് എതിരെ ഇയാൾ പറയുമായിരുന്നു. അതിന് ഇയാൾ പോയില്ല, ഇയാൾ അതിൽ പ്രവേശിച്ചില്ല, ആ നിലക്ക് വരാലോ. അപ്പൊ പിന്നെ ഇഹ്തിമാൽ ഉണ്ടായതുകൊണ്ട് നമുക്കത് ഹുജ്ജത്തിന് പറ്റൂല എന്നാണ് അക്സർ പറയുന്നത്. ഇങ്ങനെയാണ് അതിന്റെ വകുപ്പുകളെങ്കിൽ വഖാലൽ ഇമാമുർ റാസി, എന്നാ ഇമാമുർ റാസി കൂട്ടരെന്ത് പറയും നോക്കാം നമുക്ക്. ഇമാം റാസി പറയുന്നു, വമൻ തബിഅഹു, മൂപ്പരോട് കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇന്നഹു ഹുജ്ജത്തുൻ ഫീമാ തഅമ്മു ബിഹി അൽ ബൽവ, ബുദ്ധിമുട്ടി എല്ലാവരെയും ഉൾപ്പെടുത്തും. അങ്ങനത്തെ ഒരു വിഷയത്തിലാണെങ്കിൽ ഈ പറഞ്ഞ മുന്തശിറാവാത്ത ഈ ഇജ്മാ ഉണ്ടല്ലോ, അത് പറ്റുമല്ലോ ഹുജ്ജത്ത്, അത് പറ്റുന്ന പറയുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ട് ആമായി വരുന്ന കാര്യത്തിൽ ഹുജ്ജത്ത് പറ്റും എന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഇവിടെ പറയുന്ന ഉദാഹരണം നോക്കട്ടെ, അത് വാസ്തവത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്നതിനുള്ള ഉദാഹരണമല്ല.
അത് പിന്നെ എന്തിനുള്ള ഉദാഹരണം എന്ന് ചോദിച്ചാൽ ഇവിടെ പറയപ്പെട്ട ഒരു വിഷയമുണ്ട്, അതിനുള്ള ഉദാഹരണ. പറയപ്പെട്ട വിഷയം ഏതുപോലെ എന്ന് ചോദിച്ചാൽ കനഖദിൽ വുളൂഇ മസ്ജിദ് ദക്കർ, ലിംഗത്തെ തൊടൽ കൊണ്ട് ഉളു മുറിയുമല്ലോ, അതിവിടെ പറയപ്പെട്ടൊരു വിധിയാ. ഉളു മുറിയുക എന്നൊരു വിധി അതെന്തല്ല ആമായതിന് ബൽവ ആമായതിന് ഉദാഹരണമൊന്നല്ല കേട്ടോ. ബൽവ ആമായതിലാണ് ഹുജ്ജത്ത് പറ്റുക എന്നുള്ള ഇമാം റാസിയും കൂട്ടരും പറഞ്ഞത്. ഉദാഹരണം അതിനല്ല. തൊട്ടാൽ ദക്കറിനെ തൊട്ടാൽ ഒന്ന് മുറിയുക, ലിംഗത്തെ തൊട്ടാൽ ഒന്ന് മുറിയുക എന്നൊരു വിഷയം അവിടെ ഉണ്ട്, അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അതാണ് ഇവിടെ പറയപ്പെട്ടത്. ഇതിന് ഖിലാഫ് വന്നിട്ടില്ല. ലി അന്നഹു ലാ ബുദ്ദ മിൻ ഖൗലി ഗൈറിൽ ഖായിലി ഫീഹി. അപ്പോ ഈ വിഷയത്തിൽ ഒരു ഖായിലില്ലല്ലോ, പറഞ്ഞ ആളില്ലല്ലോ. അപ്പൊ പറയാത്ത ആള്, ഇതിനെതിരെ പറയാത്ത ഒരാളുണ്ട്, അയാള് ഈ വിഷയത്തിൽ എന്താണ് പ്രവേശിക്കൽ കൂടാതെ കഴിയില്ലല്ലോ. അപ്പൊ അയാൾ പ്രവേശിച്ചു നോക്കി. അങ്ങനെ യകൂനു ബിൽ മുവാഫഖത്തി, അങ്ങനെ പറഞ്ഞ ആളോട് ഈ പറയാത്ത ആള് യോജിച്ചു. അങ്ങനെ യോജിപ്പുണ്ടാവുകയും ചെയ്തു. എന്തുകൊണ്ട്? ലിന്തിഫായി, അത് ഹുജ്ജത്തിന് പറ്റുമെന്ന് പറയാൻ കാരണമാണ് പറയണത്. അതിൽ ലിന്തിഫായി ഒരു മുഖാലഫത്തി, ഇവിടെ എതിരാവുക എന്നുള്ളത് വെളിവായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മുവാഫഖത്തുണ്ടായതും. മുവാഫഖത്തുണ്ടാകുമ്പോൾ അത് ഹുജ്ജത്തിന് പറ്റൂലേ. ബി ഖിലാഫി മാലാ തഅമ്മു ബിൽ ബൽവ, എങ്കിൽ ബൽവ ആമാവാത്തതിനെതിരെ, ബൽവ ആമായിട്ടില്ല എന്ന് വെക്കുക, എന്നാ പിന്നെ ഹുജ്ജത്തിന് പറ്റൂല. അപ്പൊ വലായകൂനു ഹുജ്ജത്തൻ ബിഹി, അപ്പോ ആ വിഷയത്തിൽ ഹുജ്ജത്തിന് പറ്റൂല. വലം യജിദിൽ മുസന്നിഫു, മുസന്നിഫ് കൂടുതലാക്കിയിട്ടില്ല. ഫീ ശർഹൈഹി, മുസന്നിഫിന്റെ 2 ഷറഹ് ഉണ്ട്, ആ 2 ഷറഹിൽ കൂടുതലാക്കിയിട്ടില്ല. അല ആദിൽ അഖ്വാലി സലാസ, ഈ പറഞ്ഞ 3 വാക്കുകളേക്കാൾ കൂടുതലാക്കിയിട്ടില്ല. ഇപ്പൊ ഇവിടെ മുന്തശിറാവാത്തതിൽ പറഞ്ഞ ഖിലാഫിൽ ഒന്ന് ഹുജ്ജത്തിന് പറ്റും, അക്സർ ഹുജ്ജത്തിന് പറ്റൂല. എന്നാല് ഇമാം റാസി കൂട്ടരും പറഞ്ഞത് ഹുജ്ജത്തിന് പറ്റും, ബൽവ ബുദ്ധിമുട്ട് എല്ലാവർക്കും ആമാണെങ്കിൽ, ആമില്ലെങ്കിൽ പറ്റൂല എന്നുമായി. ഇങ്ങനെ 3 കൗലാണ്. ഈ 3 കൗലിനേക്കാൾ കൂടുതൽ മുസന്നിഫിന്റെ 2 ഷറഹ് മുസ്ലിം മുണ്ടിയിട്ടില്ല. ഫയകൂനു മുറാദു ഹുന, അപ്പോൾ മുസന്നിഫിന്റെ ഉദ്ദേശം ഇവിടത്തിൽ അൽ ഖിലാഫു, ഖിലാഫ് ഫി ഹാസിൽ ഹുജ്ജിയത്തി, ഹുജ്ജത്തിന് പറ്റുമോ എന്നതിലാണ്. മിൻ ഗൈരി റിആയത്തിൽ ലിത്തഫാസിൽ സാബിഖത്തി ഫി സുകൂത്തിഹി, സുകൂത്തിയായ ഇജ്മായിൽ മുമ്പ് പറഞ്ഞൊരുപാട് വിശദീകരണമുണ്ടല്ലോ, അതിനി ആവർത്തിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. ഇന്നലെ പറഞ്ഞതല്ലേ, ആ മുമ്പ് പറഞ്ഞ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ആ വിശദീകരണങ്ങളൊന്നും സൂക്ഷിക്കലില്ലാതെ ഈ മുന്തശിർ ആവാത്ത ഈ പറഞ്ഞ സുക്കൂത്തിയായ ഇജ്മുണ്ടല്ലോ, ഇജ്മാഅ് മുവാഫഖായത് ഇത്തിഫാഖിയായ മസ്അല, ഈ മസ്അല ഹുജ്ജത്തിന് പറ്റുമോ എന്ന അടിസ്ഥാനത്തിലാണ് ഖിലാഫ്. അല്ലാതെ മറ്റു നമ്മൾ പറഞ്ഞോടത്തല്ല, മറ്റുള്ളതുപോലെയല്ല ഇവിടെ എന്നർത്ഥം. അത് കഴിഞ്ഞു. ഇനി ഉലമ മുസന്നിഫ് പറഞ്ഞ തഅരീഫ് പ്രകാരം, തഅരീഫ് നമ്മൾ മറക്കാൻ പാടില്ല. ഇജ്മാഇന്റെ തഅരീഫ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഇജ്മാഇന്റെ തഅരീഫ് എന്താണോ നമ്മൾ പഠിക്കണം. ആ ഇജ്മാഇന്റെ തഅരീഫ് വരുമ്പോഴാണ് ഇവിടെ ഒക്കെ ശരിയാവുക. ഇജ്മാഇന്റെ തഅരീഫ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മത്തി ബഅദ വഫാത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അസ്രിൻ അലാ അയ്യി അംരിൻ കാന എന്നതാ. ആ തഅരീഫിൽ പറഞ്ഞ ഓരോന്നിനെയും വിശകലനം ചെയ്തുകൊണ്ടാണ് മുസ്ലിം ഇവിടെ വന്നത്. ഇനി നമുക്കിവിടെ ലാസ്റ്റ് പറയാനുള്ളത്, വഉലിമ അറിയപ്പെട്ടിട്ടുണ്ട് അന്നഹു അൽ ഇജ്മാഇ ഖദ് യകൂനു, ചിലപ്പോൾ ഇജ്മാ ഉണ്ടാകും, ഫി അംരിൻ ദുന്യവിയ്യിൻ, ദുന്യാവിന്റെ കാര്യത്തിലും ഏകോപനമുണ്ടാകും. അത് ഏതുപോലെ? ദുന്യാവിന്റെ കാര്യം കതദ്ബീർ ജിയൂഷി, സേനാ വിഭാഗങ്ങളെ നിയന്ത്രിക്കും പോലെ, ഒരു ഹുറൂബി യുദ്ധങ്ങൾ നിയന്ത്രിക്കും പോലെ, ഉമുർ റഅയ്യത്തി ഭരണത്തിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കും പോലെ, അതൊക്കെ ദുന്യാവിന്റെ കാര്യങ്ങളാ. ഈ കാര്യങ്ങളിലൊക്കെ അഭിപ്രായമുണ്ടെങ്കിലും അവിടേക്ക് ഇജ്മാ വരുമല്ലോ. ഇജ്മാ വരാൻ പറ്റുന്നൊരു കാര്യം അതാണ്. മറ്റൊന്ന് ദീനിയായ കാര്യത്തിലും ഇജ്മാ ഉണ്ടാകും. അത് നിസ്കാരം സക്കാത്ത് പോലത്തെ കാര്യം നമുക്കറിയാലോ, അതിലും ഇജ്മാ ഉണ്ടാകും.
അഖിലിയൻ അഖിലിയ കാര്യത്തിലും ഇജ്മാ ഉണ്ടാവും. അഖിൽ തീരുമാനിക്കുന്ന കാര്യമാണ്, അതിലും ഇജ്മാ ഉണ്ടാവും. എങ്ങനത്തെ അഖിലി? ലാ തതവഖഫു സിഹ്ഹത്തുഹു, ഈ ഇജ്മാ ശരിയാവാൻ തവഖുഫാകൂല അലൈഹി, അഖിലിന്റെ മേൽ. അഖിലിന്റെ മേലിൽ ഇജ്മാ ശരിയാവുക എന്നുള്ള തവഖുഫ് ഇല്ല, നിൽക്കലില്ല. അങ്ങനെ നിൽക്കലില്ല. അഖിലി ഇല്ലാതെ തന്നെ ഇജ്മാ ശരിയാകും, അഖിലി വേണ്ട. അങ്ങനത്തതായ അഖിലിയായ കാര്യത്തിലും എന്തു പറ്റും? ഇജ്മാ ഉണ്ടാകും എന്നുള്ളതാ. അഖിലിയായ കാര്യം ഏതുപോലെയൊക്കെ ഹുദൂസിൽ ആലം ഹാദിസാണ്. വവഅദത്തി സാരിഇ, ഇത് മുഴുവനും സൃഷ്ടിക്കുന്ന സൃഷ്ടാവ് ഏകനാണ്. ഇത് അഖിലിയായതോടൊപ്പം തന്നെ ഇജ്മാ ആണ്. പക്ഷെ ഇതിന് ഇജ്മാവാൻ അഖിലി വേണ്ട. ലോകം ഹാദിസാണ് എന്നതും സൃഷ്ടാവ് ഒന്നാണ് എന്നുള്ളതും ഇജ്മാ ആണ്. അത് അഖിലിയായ ഒരു കാര്യമാണ്. അതിന്റെ മേൽ ഇജ്മാവാവുക എന്നുള്ള തവഖുഫുള്ളതാണ്. ഇങ്ങനത്തെ അഖിലിയായ കാര്യങ്ങളിലൊക്കെ ഇജ്മാ ഉണ്ടാവാം. എങ്കിൽ ഈ പറഞ്ഞ ദുന്യാവിന്റെയും ദീനിന്റെയും അഖിലിന്റെയും കാര്യത്തിൽ ഇജ്മാ ആവാലോ. അത് എങ്ങനെ കിട്ടുമെന്ന അതിന് ഇല്ലത്തിൽ ഷുമൂലി അയ്യ അംദിൻ കാന എന്ന് മുസന്നിഫ് പറഞ്ഞില്ലേ? ആ അയ്യ അംറിൽ ഇതൊക്കെ പെടൂലേ? എങ്ങനത്തെ അയ്യംറ്? അൽ മൗഖൂദി ബി തഹരീബി, മുസന്നിഫ് തഹരീബ് പറഞ്ഞല്ലോ ഇജ്മായിന്. ആ തഹരീബിൽ നിന്ന് പിടിക്കപ്പെട്ട അയ്യ അംറ്, ആ അയ്യ അംറ് എന്ന് പറയുന്ന സാധനം ഉൾപ്പെടുത്തിയാലോ ഈ പറഞ്ഞ ദുനിയവിയും ദീനിയും അഖിലിയും ഒക്കെ ഉൾപ്പെടുത്തിയില്ലേ? അതുകൊണ്ടാണ് അതിലൊക്കെ വരാൻ പറ്റും എന്ന് പറഞ്ഞത്. ഇവിടെ ഇജ്മാ ശരിയാവണ തവഖുഫ് ഇല്ലാത്ത അഖിലിയിൽ ഇജ്മാ വരാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ടാകും. അമ്മാമാ തതവഖഫു സിഹത്തുൽ ഇജ്മാ അലൈഹി, ഇജ്മാ അഖിലിന്റെ മേലിൽ ഇജ്മാ ശരിയാവണമെങ്കിൽ ആ അഖിലിന്റെ മേൽ തവഖുഫ് ആവണം. അതിന്റെ മേൽ തവഖുഫ് ആകുമ്പോഴേ ഇജ്മാ സിഹത്തുള്ളൂ. അങ്ങനത്തെ അഖിലിയാണെങ്കിലോ കഹുബൂത്തിൽ ബാരി വന്നുബുവ, സൃഷ്ടാവ് ഉണ്ടെന്ന് സ്ഥിരപ്പെടുത്തുക, നുബുവത്തുണ്ടെന്നും സ്ഥിരപ്പെടുത്തുക. ഇത് രണ്ടും അഖിലിയായതോടൊപ്പം തന്നെ ഇജ്മാ വേണം. ഈ അഖിലിയായ രണ്ട് കാര്യത്തിന്റെ മേൽ ഇജ്മാ ശരിയാവണമെങ്കിൽ ഈ സുബൂത്തുൽ ബാരിയും നുബുവത്തും എന്ന് പറഞ്ഞ അഖിലിയായ കാര്യത്തിന്റെ മേൽ ഇജ്മാ ശരിയാകുള്ളൂ. അപ്പൊ അതിന്റെ മേൽ തവഖുഫാണ്. ഇങ്ങനത്തതാണ് എങ്കിൽ ഫലാ യുഹ്തജു ഫീഹി ബിൽ ഇജ്മാഇ, അങ്ങനത്തെ അഖിലിയായ കാര്യത്തിൽ പിന്നെ ഇജ്മാഇന്റെ ആവശ്യമില്ല. കാരണം സുബൂത്തുൽ ബാരിയും നുബുവത്തും ഒക്കെ അഖിൽ കൊണ്ട് തീരുമാനിക്കുന്നതാണ്. അഖിൽ കൊണ്ട് തീരുമാനിക്കുമ്പോൾ അതിമേലുള്ള ഇജ്മാ അഖിലുമേൽ തവഖുഫായ ഇജ്മാ ആണ്. ശരിയാവണമെങ്കിൽ അഖിലുമേൽ തവഖുഫാവണം. അപ്പൊ ഇവിടെ ഇജ്മാ വേണ്ട. ഇല്ല, അല്ലാതെ ഇജ്മാ വേണമെന്ന് വെച്ചാൽ ലസിമ ദൗറു, റൗണ്ടടി വരും. അതിന് ഇജ്മാ വേണ്ടി വരും. അഖിലി ശരിയ ഇജ്മാ സിഹത്ത് വേണമെങ്കിൽ ആ അഖിലിയായ കാര്യത്തിന്റെ മേൽ തവഖുഫാവണം. അപ്പോഴേ ഇജ്മാ പറ്റുകയുള്ളൂ. അങ്ങനെ പോകും. അങ്ങനത്തെ ദൗറ് വന്നാൽ അത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ഇജ്മാ വേണ്ട. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇജ്മാ സംബന്ധമായുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് എങ്കിൽ ഇജ്മായില് മാസൂമായി ഇമാം വേണോ വേണ്ടേ എന്നുള്ളതാണ്. അതിലും തർക്കമുണ്ട്. വലാ യുഷ്തറത്തു ഫീഹി, ഇജ്മായിൽ ഷർത്താക്കപ്പെടുകയില്ല ഇമാമുൻ മാസൂമുൻ, പാപമുക്തമായ ഒരു ഇമാം വേണമെന്ന് ഷർത്തില്ല. എന്നാൽ ഇതിനെതിര് പറയുന്ന ആളുകളാണ് വഖാല റവാഫിദു പറഞ്ഞു, റാഫിദിയാക്കൾ പറഞ്ഞു യുഷ്തറത്തു, ഷർത്താണ്. സുന്നത്തി ജമാഅത്തിന്റെ കാഴ്ചപ്പാടിൽ ഇജ്മായിൽ ഇമാം മാസൂം ആവണ്ട, മാസൂം ആവണമെന്ന് റാഫിദുകളും. വലാ യഖ്ലു സമാനു അൻഹു, ഇങ്ങനെ ഇമാമിനെ തൊട്ട് മാസൂമായ ഒരു ഇമാമിനെ തൊട്ട് സമാനോട് ഒഴിവാകുമില്ല. അപ്പൊ ഇമാമ് മാസൂം ആവണം എന്നാണ് റാഫിദിയാക്കൾ പറയുന്നത്. വഇല്ലം തുഇലം ഐനുഹു, ആ ഇമാമ് ഏതാണെന്ന് അറിയപ്പെട്ടിട്ടില്ല എങ്കിലും ഓരോ കാലത്തും ഇമാമുണ്ട് എങ്കിൽ ഒരു ഹുജ്ജത്തു ഫീ ഖൗലിഹി ഫഖത്ത്, മുസന്നിഫ് ഫഖത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫഖത്തിൽ എന്തായെന്നറിയാമോ? ഹുജ്ജത്ത്. വഗൈറുഹു, ആ ഫഖത്ത് എന്ന് പറയുന്നതിൽ ഹുജ്ജത്ത് മുസന്നിഫ് പറഞ്ഞതിലുള്ള ഫഖത്താ ഹുജ്ജത്ത്. വഗൈറുഹു, മുസന്നിഫ് അല്ലാത്തവരോ തബഅൻ ലഹു, അത് മുസന്നിഫിനോട് തുടർന്നുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ ഹുജ്ജത്തിന്റെ കാര്യം. ഇനി
ഇനിവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് നിബന്ധനകൾ ഉണ്ടല്ലോ. അപ്പൊ മാസൂമായ ഇമാമ് വേണ്ട ഇജ്മാഅക്കുന്ന കാര്യത്തെ. വലാ ബുദ്ധ ലഹു അയിൽ ഇജ്മായി, ഇജ്മാഇന് കൂടാതെ കഴിയൂല. എന്ത് കഴിയൂല? മിൻ മുസ്തനദിൻ, അതിനൊരു മുസ്തനദ് വേണം. ഇജ്മാ ആവണമെങ്കിൽ വെറുതെ ഇജ്മാ ആവുകയില്ലല്ലോ, അതിന് മുസ്തനദ് ആവശ്യമാണല്ലോ. ആ മുസ്തനദ് എന്താണോ അത് അത്യാവശ്യമാണ്. ഇല്ല മുസ്തനദ് വേണ്ട എന്ന് വെക്കുകയാണ് എങ്കിൽ ലം യകുല്ലി ഖൈദിൽ ഇജ്തിഹാദി, ഇജ്തിഹാദ് എന്നൊരു ഖൈദ് വെച്ചതിന് ഇല്ല. എവിടെ? അൽ മൗഖൂദിയ, ഇജ്തിഹാദ് എവിടെ പിടിച്ചത്? ഈ തഹരീബി മുസന്നിഫിന്റെ ആ തഹരീബ് എന്ന് മനസ്സിലാക്കാലോ ഇജ്തിഹാദ് എന്ന്. മുജ്തഹിദ് എന്ന് പറയുമ്പോൾ ഇജ്തിഹാദ് വേണ്ടേ? അപ്പൊ ആ ഇജ്തിഹാദ് എന്നൊരു ഖൈദ് അവിടെ ഉണ്ട്. ആ ഖൈദിന് എന്തില്ല? ഒരർത്ഥം ഉണ്ടാവൂലല്ലോ അങ്ങനെ വന്നാൽ. അതുകൊണ്ടാണ് മുസ്തനദ് വേണമെന്ന് പറയുന്നത്. വഹുവ സഹീഹു, അത് സഹീഹല്ലേ? എന്ത് മുസ്തനദ് വേണം എന്ന് പറഞ്ഞ സഹീഹാണ്. അല്ലെങ്കിൽ ആ ഖൈദ് പറഞ്ഞതിന് അർത്ഥം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ശരിയാണ്. ആവട്ടെ. പിന്നെ നമുക്ക് പറയാനുള്ള വിഷയം ഫഇന്നൽ ഖൗല ബിദ്ദീനി, എന്താ അങ്ങനെ പറയാൻ മുസ്തനദ് ആവശ്യം എന്ന് പറയാൻ കാരണം? ദീനിന്റെ കാര്യത്തിൽ പറയുന്ന വാക്ക് ബിലാ മുസ്തനദിൻ, അതിന് തെളിവ് പറയാൻ പറ്റുമ്പോൾ അതിന്റേതായ മുസ്തനദ് കിട്ടണ്ടേ? ആ മുസ്തനദ് ഇല്ലാതെ ദീനിൽ വെറുതെ ഒരു വാക്കാരും പറയില്ലല്ലോ. അങ്ങനെ മുസ്തനദ് ഇല്ലാതെ ദീന് വല്ലതും പറഞ്ഞാൽ ഖത്ഉൻ, അത് പിഴവാണ്. എന്നാ അതിനെതിരിലുള്ള അഭിപ്രായമുണ്ട്. എന്താ അഭിപ്രായം? വഖീല, പറ്റും. അപ്പോ വഹുവ സഹീഹു എന്ന് പറഞ്ഞത് മുസ്തനദ് വേണം എന്നുള്ള നിർത്തുക. മുസ്തനദിനെ തൊട്ട് കൂടാതെ കഴിയൂല എന്ന് പറഞ്ഞ സഹീഹാണ്. അതിനെതിരിൽ ഖീല യജൂസു, ജായിസാകും അൻ യഹ്സുല, ഇജ്മാ ഉണ്ടാവല് മിൻ ഗൈരി മുസ്തനദിൻ, അതിന് മുസ്തനദ് ഒന്നും വേണ്ട, മുസ്തനദ് ഇല്ലാതെയൊക്കെ ഉണ്ടാവാം. അതെങ്ങനെയെന്ന് ചോദിച്ചാല് ബി അൻ യുൽഹിമുൽ ഇത്തിഫാഖ അലാ സവാബിൻ, യഥാർത്ഥത്തിന്റെ മേലിൽ ഒരു യോജിപ്പിക്കലിനെ അവർ തോന്നിപ്പിച്ചാൽ മതിയല്ലോ. അവർ തോന്നിപ്പിക്കുക, യഥാർത്ഥത്തിന്റെ മേലിൽ ഇത്തിഫാഖ് കൊണ്ട് തോന്നിപ്പിക്കുക. ആ തോന്നിപ്പിക്കൽ കൊണ്ട് തന്നെ നമുക്കിവിടെ ഇജ്മാ കിട്ടുമല്ലോ. പിന്നെ മുസ്തനദ് വദ്ദഅ ഖായിലുഹു, അങ്ങനെ പറയുന്ന ആൾ വാദിച്ചു വുഖൂഅ സുവരിൻ മിൻ ദാലിക, അത്തരം കാര്യങ്ങളിൽ നിന്ന് ഓരോ രൂപങ്ങൾ ഉണ്ടാവുക, ആ രൂപങ്ങൾ ഉണ്ടാവുക എന്നതിനെ വാദിക്കുകയും ചെയ്തു ഈ പറയുന്ന ആൾ. ഏതുപോലെ? കമാ ഖാലൽ മുസന്നിഫു, മുസന്നിഫ് പറഞ്ഞതുപോലെ മുഅ്തരിളൻ ബിഹി, അതുകൊണ്ട് തന്നെ ഇത്തിറാളായ നിലയില മുസന്നിഫ് പറഞ്ഞത്. ആരുടെ മേലിൽ? അലൽ ആമിദി, ആമിദി ഇമാമിന്റെ മേൽ ഇത്തിറാദ് കൊണ്ടുവന്നു. എവിടെ? ബി ഖൗലിഹി, ആമിദി ഇമാം പറഞ്ഞല്ലോ അൽ ഖിലാഫ്, ഖിലാഫുള്ളത് ഫിൽ ജവാസി, ജവാസിലാണ്. ദൂരൽ വുഖൂഇ, അങ്ങനെ സംഭവിക്കുക എന്ന കാര്യത്തിലല്ല പറഞ്ഞത്, അങ്ങനെ പറ്റുമോ എന്ന കാര്യത്തിലാണ് ഖിലാഫുള്ളതെന്ന് ആമുദി ഇമാം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വാക്കിൽ ആമുദി ഇമാമിന് നേരെ എതിര് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ രൂപങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ആ പറഞ്ഞ ആൾ വാദിച്ചിട്ടുണ്ട് എന്നൊരു ഇത്റാദ് മുസന്നിഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ സംഭവിക്കാമെന്ന വാക്കുകൊണ്ടാണ് മുസന്നിഫ് എന്ത് ചെയ്തത്? ഇത്റാദ് ചെയ്തത്. അതുപോലെ ഈ പറഞ്ഞ ആള് വാദിക്കുകയും ചെയ്തു മുസ്തനദില്ലാതെ ഇജ്മാ ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞല്ലോ. അവ സംഭവിക്കാൻ രൂപങ്ങൾ എന്നർത്ഥം. ഇങ്ങനെയും അവിടുത്തെ ചർച്ച കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ള ചർച്ച മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. എന്താ മസ്അല അറിയോ? അസ്സഹീഹു, സഹീഹായ അഭിപ്രായം ഇംകാനുഹു, ഇജ്മാ ഉണ്ടാവാം എന്നാണ്. ഇജ്മാ ഉണ്ടാവാം. വഖീല, പറയപ്പെട്ടിട്ടുണ്ട് ഇന്നഹു മുംതനിഉൻ ആദത്തൻ, സാധാരണഗതിയിൽ ഇജ്മാ ഉണ്ടാകാമെന്ന് സഹീഹ് പറയുന്നെങ്കിൽ സാധാരണഗതിയിൽ ഇജ്മാ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഖീല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ കൽ ഇജ്മായി, ഈ ഇജ്മാ എന്തിന്റെ മേൽ ഇജ്മാ ആകും പോലെ? അലാ അക്ലി തുആമി വാഹിദിൻ, ഒരൊറ്റ ഭക്ഷണം കഴിക്കുക എന്നതിന്റെ പേരിൽ. വ ഖൗലി കലിമത്തിൻ വാഹിദത്തിൻ, ഒരൊറ്റ വചനം പറയുക എന്നതിന്റെ മേലും ഇജ്മാ ആകും പോലെ. ഫി വഖത്തിൻ വാഹിദിൻ, ഒരൊറ്റ സമയത്ത് ഒറ്റ ഭക്ഷണം എല്ലാവരും കഴിക്കുക, ഒറ്റ സമയത്ത്
ഒരു വാക്കുമേ എല്ലാവരും ഇജ്മാ ആവുക. ഇങ്ങനെ ഇജ്മാ ആവുക എന്നതുപോലെ സാധാരണഗതിയിൽ ഇജ്മാ ഉണ്ടാവൂല എന്നാണ് തീരക്കാര് പറയുന്നത്. പിന്നെ അങ്ങനെ പറയുമ്പോ അതിനിപ്പോ ഇജ്മാ ഉണ്ടാകാം എന്ന് പറയുന്നതിന് മറുപടി കൊടുക്കണ്ടേ? കൊടുക്കുക. ഉജീബ, അതിന് മറുപടി നൽകി. ബി അന്നഹാദ, നിശ്ചയമായിട്ടും ഈ പറഞ്ഞത് ലാ ജാമ്യ ലഹും അലൈഹി, അതിന്റെ മേലിൽ അവരെ ഒരുമിച്ച് കൂട്ടുന്നില്ല. എന്തുകൊണ്ട് ഒരുമിച്ച് കൂട്ടുന്നില്ല? അവിടെ ഇജ്മാ ആകുമ്പോ അവിടെ ഇജ്മാ ഇല്ല. ഈ പറഞ്ഞത് കൊണ്ട് തന്നെ മറുപടി കൊടുക്കുന്നത് അവിടെ ഇജ്മാ ഇല്ല എന്ന് പറയുന്നത് ഈ പറഞ്ഞത് കൊണ്ട് എന്ന് പറഞ്ഞാല്, നിങ്ങളിപ്പോ ഈ പറഞ്ഞ കൽ ഇജ്മാ എന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് മുബ്തനിയാന്നല്ലേ പറഞ്ഞത്, എങ്കിൽ ആ ഖിയാസുമാൻ ഫാരിഖാണ്. ഇവിടെ ഇജ്മാ ഇല്ല. എന്താ കാരണം? ലിഖ്തിലാഫി ശഹവാതിഹിം, ഈ ജനങ്ങളുടെ വികാരങ്ങൾ, അവരുടെ വികാരങ്ങൾ വ്യത്യാസമാണല്ലോ. വദവാഇഹിം, അവർക്കുള്ളതായ പ്രേരണകളും വ്യത്യാസമാണല്ലോ. അതുകൊണ്ട് അവർ ഇജ്മാ ആവുക എന്നുള്ള ഇവിടെ ഇല്ലല്ലോ. എന്നിട്ട് പിന്നെ നിങ്ങൾ അവിടേക്ക് ഖിയാസാക്കിയിട്ട് പിന്നെ എങ്ങനെ ഇവിടുത്തെ ഇജ്മാ മുബ്തനി എന്ന് പറയാം? ബിഖിലാഫിൽ ഹുക്മി ശർഈ, ഇവിടെ പറയുന്ന ശർഈയ വിധിയല്ലേ. അപ്പൊ ശർഈയ വിധിക്ക് ആ പ്രശ്നമില്ലല്ലോ. കാരണം ഇത് യുജ്മഉഹും അലൈഹി ദലീലോ, അവരെല്ലാവരെയും കൂടി ശർഈയ ഒരു വിധിയുടെ മേല് ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്നൊരു ലക്ഷ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ശർഈയ വിധിയില കുഴപ്പം വരില്ല. നേരെ മറിച്ച് ഭക്ഷണം, വാക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരും. അവിടെ ഇജ്മാ ഉണ്ടാവാത്തതിന് കാരണമുണ്ട്. വികാരങ്ങൾ പലതുമാണ്, പ്രേരണകളും പലതുമാണ്. അപ്പൊ അവിടെ ജാമ്യം ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇജ്മാ പോലെ എന്നും പറഞ്ഞുകൊണ്ട് ഖിയാസാക്കി ഇങ്ങാണ്ട് മുബ്തനിയാക്കല് നടക്കൂല. അത് നടക്കൂല, അത് പൊളിഞ്ഞു. ഈ സ്വഹീഹായ അഭിപ്രായം അന്നഹു ബഅദ ഇംകാരി, ഇജ്മാ ഉണ്ടാകാന്നല്ല പറഞ്ഞു. അപ്പൊ ഇജ്മാ ഉണ്ടായതിന്റെ ശേഷം, സംഭവിച്ചതിന്റെ ശേഷം ആ ഇജ്മാ ഹുജ്ജത്തുൻ ഫി ശർഈ, ശർഈൽ ഹുജ്ജത്താണ്, ലക്ഷ്യമാണ് സഹിഹായ അഭിപ്രായം. അതിന് തെളിവുണ്ട്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞില്ലേ, വമൻ യുശാഖിഖിർ റസൂല, വമൻ യുശാഖിഖിർ റസൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വമൻ യുശാഖിഖ് റസൂല എന്ന് പറയുന്ന ആയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തവഅദ ഫീഹ, ആ ആയത്തിൽ അല്ലാഹു തആല താക്കീത് നൽകി പേടിപ്പിച്ചിട്ടുണ്ട്. എന്തിന്റെ മേല്? അലത്തിബാഇ ഗൈരി സബീലിൽ മുഅ്മിനീൻ, ആ ആയത്തിന്റെ ബാക്കിയുണ്ട്. മുഅ്മിനീങ്ങളുടെ വഴി അല്ലാത്തതിന്റെ മേൽ തുടരുക. അങ്ങനെ തുടരലിന്റെ മേലിൽ ആ ആയത്തിൽ മുന്നറിയിപ്പ് നൽകി ഭയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ യജിബു, നിർബന്ധമായി, ഇത്തിബാഉ സബീലിഹിം, മുഅ്മിനീങ്ങളുടെ വഴിയോട് പിൻപറ്റൽ നിർബന്ധമായി. ഓഹുവ, ആ വഴി ഖൗലുവും മുഅ്മിനുടെ വാക്കാണ്, ഔ ഫീലുവും, അല്ലെങ്കിൽ അവർ പ്രവൃത്തിയാണ്. അപ്പൊ അത് ഇജ്മാ അല്ലേ. ഫയകൂനു ഹുജ്ജത്തൻ, അപ്പോൾ എന്താവും? ഹുജ്ജത്താവും, ലക്ഷ്യമാകാൻ പറ്റും. അതാണ് ഞങ്ങളെ തെളിവ്. വഖീല, ഇനി സഹീനെതിരെന്താ പറയണത്? ലൈസ ബി ഹുജ്ജത്തിൻ, ഇംകാൻ ഉണ്ടായി കഴിഞ്ഞു, ഇജ്മാ ഉണ്ടാൽ ആ ഇജ്മാ ഹുജ്ജത്തല്ല. എന്തേ? ഞങ്ങൾക്കുണ്ട് തെളിവ്. ലിഖൗലി തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തെ നിങ്ങൾ മടക്കുക അള്ളാഹുലേക്കും റസൂലിലേക്കും. ഇവിടെ ഇജ്മാ, അപ്പൊ ഇതല്ലേ വേണ്ട? അപ്പൊ ഇജ്മാ വേണ്ട, ഈ ആയത്തുകൊണ്ട് അതല്ലേ കിട്ടുക എന്ന് ഖീല. അപ്പൊ ഇഖ്തസറ അല റദ്ദി ഇലൽ കിതാബി വസുന്നത്തി, കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം എന്നതിന്റെ മേൽ അള്ളാഹ് ചുരുക്കി പറഞ്ഞില്ലേ എന്ന് ഖീലക്കാര് പറയുമ്പോൾ, സ്വകീയായ ആളുകൾ ഈ ആയത്ത് കണ്ടിട്ടില്ല എന്നാണോ? അല്ല, ഈ ആയത്ത് കണ്ടിക്കണ്. എന്നിട്ട് സഹീഹ് ഹുജ്ജത്താന്നല്ലേ പറഞ്ഞത്? ഹുജ്ജത്തിന് തെളിവ് ആയത്തോതി, ഹുജ്ജത്തിന് പറ്റൂല എന്ന് ഖീലയും ഓതി. എന്ന ഖീല ഓതി ആയത്ത് നമുക്ക് കൊടുക്കാനുള്ള മറുപടി എന്താ? സഹീഹ് പറയാ, ഖുൽന, ഞങ്ങൾ പറയുന്നു, വഖദ് ദല്ലൽ കിതാബു, വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ, അലാ ഹുജ്ജിയ്യതിഹി, ഇജ്മാ ഹുജ്ജത്താണ് എന്നതിന്റെ മേൽ അറിയിച്ചിട്ടുണ്ട്. ഖമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതുപോലെ. വമൻ യുശാഖിഖിർ റസൂല എന്ന് ആയത്ത് പറഞ്ഞില്ലേ? അതോടൊപ്പം തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസും അറിയിച്ചിട്ടുണ്ടല്ലോ. എന്ത്? ലാ തജ്തമിഉ ഉമ്മത്തി അലാ വലാലത്തിൻ എന്നുമില്ലേ?
അപ്പൊ ഈ ആയത്തും ഈ ഹദീസും തമ്മിൽ പറഞ്ഞു തരുന്നത് ഇജ്മാ ഹുജ്ജത്താണ് എന്നല്ലേ? അപ്പൊ നിങ്ങൾ ഓതി വെച്ച ആയത്ത് എങ്ങനെ ഇതിനെതിരാവുക? അല്ലെങ്കിൽ നിങ്ങൾ ഓതിയ ആയത്തിനോട് ഇതെങ്ങനെ എതിരാവുക? അവ വിശുദ്ധമായ ഖുർആൻ വൈരുദ്ധ്യമുണ്ടെന്ന് കീലക്കാർ പറഞ്ഞ ശരിയല്ല, അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്, അതവിടെ പൊളിച്ചിട്ടു. അപ്പൊ പിന്നെ കീലന് മറുപടി പറയൂല. ഇനി വസഹീഹു, സഹീഹായ അഭിപ്രായം അന്നഹു ഇജ്മാ ഉണ്ടാവാമെന്ന് സ്വഹീഹ്, ഉണ്ടായി കഴിഞ്ഞാൽ ഹുജ്ജത്ത് എന്ന് സഹീഹ്. ഹുജ്ജത്താണെന്ന് വന്നാലോ അന്നഹുബാദ ഹുജ്ജിയ്യത്തിഹി, ഇജ്മാ ഹുജ്ജത്താണെന്ന് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സഹീഹായ അഭിപ്രായം ഖത്ഇയ്യും ഫീഹാ, അത് ഹുജ്ജത്താണ് എന്ന കാര്യത്തിൽ ഖത്ഇയ്യാണ്, ഉറപ്പാണ്. പക്ഷേ അവിടെ ഒരു നിബന്ധന വെക്കാനുണ്ട്. എന്താ? ഹൈസുത്തഫഖൽ മുഅ്തബറൂന, മുഅ്തബിറൂന എന്നല്ല, മുഅ്തബറൂന. മുഅ്തബറൂന എന്നാകുമ്പോൾ അൽ ഖായിലൂന ബിഹുജ്ജിയ്യത്തി ഇജ്മാ, ഇജ്മാ ഹുജ്ജത്താണ് എന്ന് പറയുന്നവർ എന്നാണ് മുഅ്തബർ. ഇങ്ങനത്തെ മുഅ്തബറായ ആളുകൾ യോജിച്ചിടത്ത് ഖത്ഇയ്യാണ്. എന്തിന്റെ മേൽ യോജിക്കുക? അലാ അന്നഹു ഇജ്മാഉൻ, അത് ഇജ്മാ ആണ്. ഏത്? ഇപ്പൊ ഈ പറഞ്ഞ സാധനം ഇജ്മാ ആണ്. ആ ഇജ്മാ ആണ് എന്നതിന്റെ പേരിൽ ഇജ്മാ ഹുജ്ജത്താണ് എന്ന് പറയുന്ന ആളുകൾ യോജിച്ചാൽ നമുക്ക് കുഴപ്പമില്ല, അത് ഖത്ഇയ്യാണ്, ഇജ്മാ എന്നാ. ഏതുപോലെയാണ് ഇപ്പൊ ഇജ്മാ ഒരു ഇത്തിഫാഖായിട്ട് പറയുക? സ്വറഹ കുല്ലും മിനൽ മുജ്മിഈന, ജമ്മ് ചെയ്യുന്ന, അതായത് ജമ്മാക്കുന്ന ആളുകളിൽ നിന്ന് എല്ലാവരും വ്യക്തമായി പറയുക. എന്തുകൊണ്ട്? ബിൽ ഹുക്മി, ഒരു വിധി വ്യക്തമാക്കി പറയുക. അല്ലദീ, എങ്ങനത്തെ വിധി? അജ്മഉ അലൈഹി, അവരെല്ലാവരും അതിന്റെ മേൽ ഇജ്മാ ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വിധി കൊണ്ട് ഇജ്മാ ആക്കുന്ന എല്ലാവരും വ്യക്തമായിട്ട് പറയണം. അങ്ങനെ പറയും പോലെ അപ്പോൾ ഇത്തിഫാഖ് ഉണ്ടാവുക. അതെങ്ങനെ ചോദിച്ചാൽ മിൻ ഗൈരി, എങ്ങനെ ആയിരിക്കണം ഇജ്മാ? മിൻ ഗൈരി ഐ യശിദ അല്ലെങ്കിൽ യശുദ മിൻഹും അഹദ്, ഒരാളെയും ആ മുജ്മിയിൽ നിന്ന് ഒരാളെയും എന്താ പാടില്ല, ഒറ്റപ്പെടുത്താൻ പാടില്ല. എല്ലാവരും എന്താണ് പറയണം. ആ രൂപത്തിൽ എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ വ്യക്തമായി പറഞ്ഞു. എന്നാൽ അവിടെ ഇത്തിഫാഖ് ഉണ്ടായല്ലോ. ആ ഇത്തിഫാഖ് ഉണ്ടാവുന്നിടത്ത് ഇജ്മാ ഹുജ്ജിയ്യത്താണെന്ന് ഖത്ഇയ്യ. എന്താ അങ്ങനെ പറയാൻ കാര്യം? ലിഹാലത്തിൽ ആദത്തി ഖത്ഉം ഖത്അഹും ജുംലതൻ. ലിഹാലത്തിൽ ആദത്തി, പതിവുണ്ടല്ലോ, ആ പതിവ് മുഹാലാക്കി തന്നു. എന്തിനെ? ഖത്അഹും, ആ മുഅ്തബറായ ആളുകളുടെ പിഴവ്, ജുംലത്തൻ മൊത്തത്തിൽ അവരെല്ലാരും പിഴക്കുക എന്നുള്ളത് മുഹാലല്ലേ? അതുകൊണ്ടാണ് ഖത്ഇ എന്ന് പറയുന്നത്. ലാ ഹൈസു ഖ്തലഹു ഫീ ദാലിക, അത് ഹുജ്ജത്താണോ എന്ന കാര്യത്തിൽ ഇഖ്തിലാഫായിടത്തല്ല. അവർ ഇഖ്തിലാഫായിട്ടുണ്ടെങ്കിൽ നടക്കൂല. അപ്പൊ ഖത്ഇയല്ല. അപ്പൊ എന്തേക്കാരം? ലന്നിയായിട്ടാണ് വരിക. ഏതുപോലെയൊക്കെ സുക്കൂത്തിയെ പോലെ, സുക്കൂത്തി, ആ സുക്കൂത്തിയായ ഇജ്മാ, ആ സുക്കൂത്തിയായിരിക്കുന്ന ഇജ്മാന് വന്ന ഖിലാഫ് പോലെയായിരിക്കും. വമാ നദറ മുഖാലിഫുഹു, അതിനോട് എതിരായി വരിക എന്നുള്ളത് കുറഞ്ഞതുപോലെ, അങ്ങനെ കുറഞ്ഞതിലും സുക്കൂത്തിയിലൊക്കെ ഉള്ളത് പോലെ ഇഖ്തിലാഫുള്ളോടത്താണ് എങ്കിൽ ഖത്ഇയാകൂല. ഫഹുവ, അപ്പോൾ ഈ വാക്ക് ഇത് തഫ്രീഖാണ്. എന്തിന്റെ മേല്? ലാ ഹൈസു ഖ്തലഹു എന്ന് പറയുന്ന നഫി ഉണ്ടല്ലോ, ആ ഖൗലിലുള്ള നഫിമേൽ തഫ്രീയായി വന്നതാണ് ഇത്. അപ്പോൾ ഇത് അലൽ ഖൗലി ബി അന്നഹു ഇജ്മാഉൻ, ഇത് ഇജ്മാ ആണ്, മുഹ്തജ്ജും ബിഹി ആണ്, മുഹ്തജ്ജും ബിഹി ആയ ഇജ്മാ ആണ് എന്നതുകൊണ്ടുള്ള വാക്ക്. ആ വാക്കിനനുസരിച്ച് ഇവിടെയുള്ള ഈ ഇജ്മാ എന്തായിരിക്കും? ലന്നിയായിരിക്കും ഇഖ്തിലാഫുള്ളോർത്താകുമ്പോ. എന്തുകൊണ്ട് ലന്നിയായി? ഖിലാഫി, അതിന് ഖിലാഫ് ഉണ്ടല്ലോ. ഇത്തിഫാഖ് ആവുമ്പോ ഖിലാഫില്ല, അപ്പൊ ഖത്ഇയായിരിക്കും. ഇതാണ് മാറ്റം. ഇനി നമ്മുടെ ഇമാമുർ റാസിയും ആമിദി ഇമാം എന്ത് പറയുന്നു? അവർ രണ്ടുപേരും പറഞ്ഞു, എന്താ പറയുക? ഇന്നഹു, നിശ്ചയമായിട്ടും ഇത് ലന്നി തന്നെയാണ്, മുത്ലഖൻ നിലക്ക്.
മുത്തലഖ് നിൽക്കുന്ന നിയ്യ അവര് ഇത്തിഫാഖായാലും വേണ്ടില്ല, ഇഖ്തിലാഫായാലും വേണ്ടില്ല. മുത്തലഖ് നിൽക്ക് നമുക്ക് എന്താക്കാം, അത് അങ്ങനല്ല, മുത്തലഖിന്റെ മാന തെറ്റി. സരീഹായി പറഞ്ഞാലും വേണ്ടില്ല, അവ്യക്തമായി പറഞ്ഞാലും വേണ്ടില്ല, ലന്നിയാണ്. കാരണം ഓല് രണ്ടാളും വെറുതെ പറയില്ലല്ലോ. എന്താ ഓൽക്കുള്ള കാരണം? അന്നൽ മുജ്മിഈന ഇജ്മാ ഉള്ള ആളുകള് എന്തിനെ തൊട്ട് ഇജ്മാക്കി? അള്ളന്നിനെ തൊട്ട്. ലാ യസ്തഹീലു ഖത്ഉഹും അവരെല്ലാവരും പിഴക്കാൻ മുഹാലൊന്നുമല്ല, അവർക്കൊക്കെ പിഴവ് പറ്റാലോ. പിഴവ് പറ്റുക എന്നുള്ളത് മുസ്തഹിലായ കാര്യമൊന്നുമല്ല. അങ്ങനത്തതായ അതാണ് ലന്നീനെ തൊട്ട് ഇജ്മാ ആയ ആളുകള്, മുജ്മീങ്ങളായ ആളുകള്, ഓർക്ക് ഇപ്പൊ പിഴവ് പറ്റൂല, പറ്റാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ, അവർക്ക് പിഴവ് പറ്റാലോ. പിന്നെ ഇജ്മാ കത്തീൻ, അവിടെ കത്തുണ്ടല്ലോ, കത്തീനെ തൊട്ടുള്ള ഇജ്മാ അത് വൈറു മുതഹഖഖിൻ, അത് ഉറപ്പിക്കാൻ വയ്യ. ഖത്തീനെ തൊട്ടാണ് ഇജ്മാന് എന്ത് ഉറപ്പുള്ളത്? അതുമില്ല. ഇങ്ങനെയുള്ളതായ ഒരു തെളിവുകളൊക്കെ അവരെ കയ്യിലുണ്ടായത് കൊണ്ടാണ് ലന്നിയാണ് മുത്തലഖ് നൽക്ക് എന്ന് പറഞ്ഞത്. അപ്പോ അതിനെ കുറിച്ചുള്ള ചർച്ച അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഇജ്മാനെ പൊളിക്കുമെന്നാ. പൊളിക്കുന്നതിന്റെ വിധി എന്തുകൊണ്ട് പൊളിക്കാം? വഹർഖുഹു ഇജ്മാനെ പൊളിക്കല് ബിൽ മുഖാലബത്ത് കൊണ്ട്, എതിരിട്ട്, ഇജ്മാൻ എതിരുണ്ട്, ആ എതിരുള്ളത് കൊണ്ട് ഇജ്മാനെ പൊളിച്ചു വിടുക. അത് പാടുണ്ടോ? പാടില്ല. ഹറാമുൻ നിഷിദ്ധമാണ്. നിഷിദ്ധമാണെന്ന് പറയാൻ ലിത്തവഉദി അലൈഹി അതിന്റെ മേൽ മുന്നറിയിപ്പുണ്ട്, ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഇജ്മാനെ പൊളിച്ചിടാൻ പാടില്ല എന്നുള്ളത്, പൊളിച്ചാൽ അപകടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ എവിടെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഖുർആനിൽ പറഞ്ഞേ ഹൈസു തവഅദ അല്ലാഹു തആല ഭയപ്പെടുത്തി പറഞ്ഞതിനെ മുമ്പ് പറഞ്ഞ ആയത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടില്ലേ? മുഅ്മിനീങ്ങൾ അല്ലാത്തവരുടെ വഴി, ആ വഴിയോട് തുടർന്ന് പോയാൽ അപകടമാണെന്ന മുന്നറിയിപ്പ് അവിടെയുണ്ട്. ആ മുന്നറിയിപ്പ് കൊണ്ട് തന്നെ മനസ്സിലായല്ലോ ഇജ്മാനെ പൊളിക്കൽ കുറ്റമാണെന്ന്. ഫഉലിമ അപ്പോൾ അറിയപ്പെട്ടുപോയി തഹരീമു ഇഹ്ദാസി ഖൗലിൻ സാലിസിൻ ഒരു മൂന്നാമത്തെ ഒരു കൗല ഉണ്ടാക്കൽ ഹറാമാണ് എന്ന് വ്യക്തമായി. രണ്ട് കൗലുണ്ടെങ്കിൽ അവിടെ മൂന്നാമതൊരു കൗലുണ്ടാക്കുക അത് ഹറാമാണെന്ന് കിട്ടും. ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഫീ മസ്അലത്തിൽ ഒരു മസ്അലയിൽ, എങ്ങനത്തെ മസ്അല? ഇഖ്തലഫ അഹ്ലു അസ്രിൻ ഒരു കാലക്കാരുള്ള പണ്ഡിതന്മാര് ഫീഹ ആ മസ്അലയിൽ ഭിന്നമായി അലാ ഖൗലൈനി രണ്ട് കൗലിന്റെ മേൽ ഭിന്നാഭിപ്രായക്കാരായി. അങ്ങനത്തെ ഒരു മസ്അല, അതിൽ മൂന്നാമത്തെ ഒരു കൗല് പുതിയത് ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടാക്കൽ ഹറാമാണ്, കുറ്റം കിട്ടുമെന്ന് മനസ്സിലാക്കുക. അതറിയപ്പെട്ടു. പിന്നെ അറിയപ്പെട്ടു പോയതെന്താവും? ഇഹ്ദാദു തഫ്സീലി ബൈന മസ്അലത്തൈനി രണ്ട് മസ്അലക്ക് ഇടയിൽ ഒരു വിശദീകരണം പുതുതായി ഉണ്ടാക്കുക. എങ്ങനത്തെ മസ്അല? രണ്ട് മസ്അല ലൻ യുഫസ്സിൽ ബൈനഹുമ അഹ്ലു അസ്ർ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരാരും ഈ രണ്ട് മസ്അലന്റെ ഇടയിൽ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. എന്നിട്ട് പിറകിൽ വന്ന ആൾക്കാരെ വകയിൽ ഒരു വിശദീകരണം പുതിയത് ഉണ്ടാക്കുക, അതും പാടില്ല. അപ്പോ മൂന്നാമതൊരു കൗലും ഒരു വിശദീകരണവും പുതിയതാക്കുണ്ടാക്കാനും പാടില്ല എന്ന് പറഞ്ഞത് മുത്തലഖൻ നൽകല്ല, അവിടെ സ്വാഭാവികമാണ്, നിയമമുണ്ട്. എന്താ ഖൈദ്? ഇൻ ഖറഖാഹു അത് രണ്ടും പൊളിച്ചു കളഞ്ഞാൽ ഇജ്മാഇനെ എന്ന് പറഞ്ഞാൽ ഐൻ ഖറഖ സാലിസു വത്തഫ്സീർ വൽ ഇജ്മാ ഇവിടെ ഇജ്മാഅയ കാര്യത്തിന് വിശദീകരണം കൊണ്ടോ മൂന്നാമതൊരു കൗലുണ്ടാക്കിക്കൊണ്ടോ പൊളിച്ചാൽ പറ്റൂല, അത് ഹറാമാണ്. അങ്ങനെയാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ബി അൻ ഖാലഫ മൂന്നാമത്തെ കൗലും വിശദീകരണവും അത് രണ്ടും എതിരാവുക. മത്തബഖ അലി അഹ്ലുൽ അസ്ർ ഒരു കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ അതിന്മേൽ ഇത്തിഫാഖാണ്. ആ ഇത്തിഫാഖായതിന്റെ മേലിൽ രണ്ടു കൂട്ടരും അങ്ങോട്ടെന്തായി രണ്ട് മൂന്നാമത്തെ ഒരു കൗലും വിശദീകരണം പുതിയതാക്കി കൊണ്ടുവന്നു. അപ്പൊ എതിരായി വന്നു. അങ്ങനെ എതിരായാൽ അപകടമാണ്. ബി ഖിലാഫി മാ ഇദാ ലം യുഖ്ലിഖാഹു അത് രണ്ടിനെയും യഖ്ലിഖാഹു അത് രണ്ടിനെയും പൊളിച്ചു കളയാത്തത്. ഇജ്മാഇനെ അത് രണ്ടും പൊളിച്ച് കളയൂല. അങ്ങനെ കളഞ്ഞിട്ടില്ല എങ്കിൽ എതിർ, അപ്പൊ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുഴപ്പമാണ്. വഖീല
ഇവിടെ ഒരു അഭിപ്രായം പറയാനുണ്ട്. ഹുമാ, നിങ്ങൾ പറയുന്നത് പോലെയല്ല കേട്ടോ. ഇവിടെ കൈതൊന്നും കൊടുത്താൽ ശരിയാവില്ല. ഈ ഹറക്കാഹു പിന്നെ യഹ്രിഖാഹു എന്നൊക്കെ കൈത് പറയുന്നത് അത് ശരിയല്ല. പിന്നെന്താ, അത് തഫ്സീലും മൂന്നാമത്തെ ഒരു കൗലും ഹാരിഖാരി മുത്തുലക്കൻ നിർബന്ധമായിട്ടല്ല, ഏത് നിലപാട് വെച്ചാലും ഇജ്മാനെ പൊളിച്ചു കളയുന്നതാണ്. അപ്പൊ ഒരു നിലക്കും ഇത് രണ്ടും പുതിയതായി ഉണ്ടാക്കാൻ പാടില്ല. മുത്തിലക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അബദൻ കാലാകാലം പൊളിക്കുന്നതാണ് എന്നതായി. അങ്ങനെ ഒറ്റടിക്ക് ഇപ്പോ കാലാകാലം പൊളിക്കുക എന്ന് പറഞ്ഞാല് പൊളിക്കുകയെ. കാരണം ഇഖ്തിലാഫ് അലാ ഖൗലൈനി, ഇവിടെ രണ്ട് കൗലിന്റെ മേൽ ഇഖ്തിലാഫ് അല്ലേ ഉള്ളത്, രണ്ട് അഭിപ്രായം. അതിന്മേൽ വന്നതായ ഖിലാഫ് യസ്തൽസിമുൽ ഇത്തിഫാഖ, അത് ഒരു ഇത്തിഫാഖിനെ ലാസിമാക്കി തോന്നുന്നുണ്ട്. എന്തിന്റെ മേൽ ഇത്തിഫാഖ്? അലം തിനായിൽ ഉദൂലി അൻകുമാ, ഈ രണ്ട് കൗലിനെ തൊട്ട് തെറ്റാൻ പാടില്ല എന്നതിന്റെ മേൽ ഇത്തിഫാഖാണ് എന്നറിയിക്കുന്നുണ്ട്. അത് ലാസിമായി കിട്ടുന്ന ഒന്നാണ്. പിന്നെ തഫ്സീൽ ബൈന മസ്അലത്തൈനി, അതുപോലെ രണ്ട് മസ്അലകൾക്കിടയിൽ തഫ്സീൽ ഇല്ല എന്നുള്ളത് യസ്തൽസിമു, അതും ലാസിമിനെ തേടിത്തേറുന്നുണ്ട്. എന്താ ലാസിമായി വരിക? അൽ-ഇത്തിഫാഖ് തിനായിഹി, അത് മുംതനി ആണ് എന്നതിന്റെ മേൽ ഇത്തിഫാഖുണ്ട് എന്നുള്ളത് എന്താവുന്നറിയാമോ? ഈ രണ്ട് കൗലനുസരിച്ച് ലാസിമായിട്ട് വരും. അപ്പൊ രണ്ട് കൗലും മേലുള്ള ഇഖ്തിലാഫ് അങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് മുത്തലഖ് എന്നൽക്ക് എന്തായി? ഹർക്ക് ചെയ്യുന്നതാണ് എന്നായി. അപ്പൊ നമ്മൾ കൈത് കൊടുത്തു പറഞ്ഞല്ലോ, അവന് കൈതുകാരതിന് മറുപടി പറയണ്ടേ? പറയാം. ഉജീബ, അതിന് മറുപടി കൊടുക്കപ്പെട്ടു. എന്തിന്? എന്താ മറുപടി? ഇസ്തിൽസാമി ഫീഹിമാ, നിങ്ങൾ പറഞ്ഞതുപോലെ അത് രണ്ടൊരു ഇസ്തിൽസാം ഉണ്ടെന്ന് സംഭവിക്കൂല. നമ്മളെ ഇല്ലവിടെ. എങ്ങനെ ഇസ്തിൽസാം വരിക? നിങ്ങൾ ഇത്രയും കേട്ടിട്ട് ഇസ്തിൽസാം ഉണ്ടാക്കാം, അത് ഒരിക്കലും അവിടെ അല്ലതാനും എന്ന് മറുപടി കൊടുത്തു. ഓല ഉത്തരം മുട്ടിച്ചു. ഇനി മിസാലു സാലിസി അൽ ഖാരിഖി, ഇവിടെ ജമ്മിനെ പൊളിച്ചു കളയുന്ന മൂന്നാമത്തെ കൗലല്ലേ, ആ കൗലിന് ഉദാഹരണം നോക്കുക. മാ ഹക്ക ഇബ്നു ഹസ്ം, ഇബ്നു ഹസ്ം ഹിക്കായത്ത് ചെയ്ത സംഭവമാണ്. എന്താ മൂപ്പര ഹിക്കായത്ത്? അന്നൽ അഖ, സഹോദരൻ, യുസ്കിത്തുൽ ജദ്ദ, ജദ്ദിനെ ഒഴിവാക്കും. അനന്തരാവകാശത്തിൽ അഹ് വന്നാൽ ജദ്ദിനെ കളയും. ഇതൊരു മസ്അല, ഇതിൽ തർക്കമുണ്ട്. വഖദ് ഇഖ്തലഫ സ്വഹാബത്തു ഫീഹി, ഈ ഒരു മസ്അലയിൽ സ്വഹാബാക്കൾ വിഭിന്നമായി അലാ ഖൗലൈൻ, രണ്ട് അഭിപ്രായം വന്നു. ഒരഭിപ്രായം ഖീല, പറയുന്നത് യസ്ഖുതു ബിൽ ജദ്ദി, ജദ് കൊണ്ട് അഹ് പോകും എന്നുള്ളതാ. വഖീല, മറ്റൊരു അഭിപ്രായം പറയുന്നത് യുശാരികുഹു, എന്താ? അഹ് ജദ്ദിനോട് കൂറാകും. ഏതുപോലെ? അഹിൻ, അഹിനെ പോലെ തന്നെ എന്താകും? കൂറാകും അഹ് ആരോട്? ജദ്ദിനോട് എന്നുള്ളതാണ്. ഇവിടെ ഖിലാഫായ രണ്ട് അഭിപ്രായം പറഞ്ഞു ഈ മസ്അലയെ കുറിച്ച്. ഇനി ഇവിടെ ഇസ്ഖാത്തുഹു ബിൽ അഖി, എന്നിട്ട് മൂന്നാമത്തെ ഒരു കൗലുണ്ടാക്കുക. എന്താ മൂന്നാമത്തെ കൗല്? അഹ് കൊണ്ട് ജദ്ദിനെ കളയുക. ഈ കളയല് ഖാലിഖുൻ ലിമത്തബഖാലിൽ ഖൗലാനി, രണ്ട് കൗലും ഇത്തിഫാഖായതിന് എതിരെ പൊളിച്ചു കളയുന്നതാണ്. എന്താ രണ്ട് കൗലും ഇത്തിഫാഖായത്? മിൻ അന്നലഹു, നിശ്ചയമായിട്ടും ജദ്ദിന് ഉണ്ട് നസീബം, വിഹിതമുണ്ട് എന്നുള്ളതാണ് ഇത്തിഫാഖായ മസ്അല. പിന്നെ അത് ഫുള്ളാണോ പകുതിയാണോ എന്നേ തർക്കമുള്ളൂ. വിഹിതം ഉണ്ട് ഉറപ്പായി. അപ്പൊ അതിന് മൂന്നാമതൊരു കൗലുണ്ടാക്കി പൊളിഞ്ഞു. ഈ മിസാലി അൽ ഖാരിഖ് മാ ഖീല യഹില്ലു, അപ്പോ വൈരുൽ ഖാരിഖ്, അങ്ങനെ വൈരുൽ ഖാരിഖ് മൂന്നാമതൊരു കൗലുണ്ട്. പക്ഷെ അത് ഇജ്മാനെ പൊളിക്കൂല. അങ്ങനെ ഇജ്മാനെ പൊളിക്കാത്തതായ മൂന്നാമത്തെ ഉദാഹരണം മാ ഖീല, പറയപ്പെട്ട ഒന്നാണ്. എന്ത്? യഹില്ലു മത്റൂഖു തസ്മിയ, സഹ്വൻ ലാ അബ്ദൻ, മറന്നുകൊണ്ട് ബിസ്മി ഉപേക്ഷിക്കപ്പെട്ടത് ഹലാലാണ്, മനഃപൂർവമല്ല. അലൈഹി, ഈ പറഞ്ഞ മസ്അല അനുസരിച്ചാണ് അബു ഹനീഫ ഇമാം തങ്ങൾ ഉള്ളത്.
വഖദ് ഖീല പറയപ്പെട്ടിട്ടുണ്ട് യഹില്ലു മുത്ലഖൻ എങ്ങനെയായാലും ബിസ്മി ഒഴിവാക്കിയത് മർദായാലും വേണ്ടില്ല കരുതി കൂട്ടിയായാലും വേണ്ടില്ല ഹലാലാണ് എന്നുള്ളതാ. അലൈഹി ഷാഫിഈ ഈ പറഞ്ഞതിനനുസരിച്ചാണ് ഷാഫി മദ്ഹബ് ഉള്ളത്. ഇനി മൂന്നാമത്തെ അഭിപ്രായം പറയട്ടെ. ഇവിടെ വഖീല പറയപ്പെട്ടു യഹ്റുമു മുത്ലഖൻ സ്വാഭാവികമല്ല നിരുപാധികം ഇതെന്താണെന്നറിയാമോ ഹറാമാണ് എന്ന് മൂന്നാം ഖൗലും. ഇത് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഇത്തിഫാഖായതിനെ ഹർക്ക് ചെയ്യുന്നില്ല. കാരണം ഫൽ ഫാരിഖു ബൈന സഹ്വി വൽ അംദ് മറവി കരുതി കൂട്ടി എന്ന് പറഞ്ഞല്ലോ. ഇത് രണ്ടിന്റെയും ഇടയിൽ നിന്ന് വിട്ടുപിരിക്കുന്നതുണ്ട്. അതേതാണ്? മുവാഫിഖുൽ ലിമൻ ലം യഫ്റഖ് ഫീ ബഅദി മാ ഖാലഹു ബഅദ് പറഞ്ഞതിൽ, അതായത് ഫീ ബഅദി മാ ചിലതിൽ ഖാലഹു അതിനെ എന്തു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു, ആ പറഞ്ഞതിൽ ചിലതിൽ തഫ്രീഖാക്കിയിട്ടില്ല. അങ്ങനെ തഫ്രീഖാക്കാത്ത ഒരാളോട് യോജിക്കുക എന്നുള്ളത് അബ്ദിന്റെയും സൈവിന്റെയും ഇടയിൽ വിട്ടുപിരിക്കുന്നതാണ്. വമിസാലു തഫ്സീർ ഖാലിഖി മാ ലോ ഖീല ബിതൗരീസിൽ അമ്മതി ദൂരൽ ഖാലതി അബിൽ അക്സ്. അപ്പോ അമ്മായിക്ക് അനന്തരാവകാശമുണ്ട് എളാമയെ കൂടാതെ എന്നൊരു ഖീല അങ്ങനെ പറയപ്പെട്ടാൽ അബിൽ അക്സ് അല്ലെങ്കിൽ നേരെ തിരിച്ചായി ഇളയമയെ കൊണ്ട് അനന്തരാവകാശം അമ്മായിക്കില്ല. ഇങ്ങനെ വന്നാൽ വഖദ് ഇഖ്തലഫു ഫി തൗരീസിഹിമ അവർ രണ്ടുപേർക്കും അനന്തരം കൊടുക്കാൻ പറ്റുമോ എന്ന് ഭിന്നാഭിപ്രായമുണ്ട് പണ്ഡിതന്മാർക്ക്. എന്തോടൊപ്പം തന്നെ മാ ഇത്തിഫാഖിം അവർ യോജിച്ചിട്ടുണ്ട് അല അന്നൽ ഇല്ലത്ത ഫീഹി ഉണ്ട് എന്നതിലുള്ള ഇല്ലത്ത് ഔ ഫി അദ്മിഹി അല്ലെങ്കിൽ ഇല്ല എന്നതിലുള്ള ഇല്ലത്ത് കൗനുഹുമാ അവർ രണ്ടുപേരും ആയിരിക്കുക മിൻ ദവിൽ അർഹാമി ദവിൽ അർഹാമിലായിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇത്തിഫാഖ്. ഇപ്പൊ തൗരീസ് ഇഹ്ദാഹുമാ ദൂനൽ ഉഖറ. അപ്പോ വിശദീകരിക്കുകയാണ് ഇവിടെ. മറ്റൊരാളെ കൂടാതെ ഇവരിൽ ഒരാള് അനന്തരം എടുത്തു. എന്നാൽ അങ്ങനെ എടുക്കാന്ന് പറഞ്ഞാൽ താരിഖുൽ ഇത്തിഫാഖി ഇവിടെ ഇത്തിഫാഖായ ഒരു മസ്അലയുണ്ട്, അതിനെ പൊളിച്ചു കളയുന്ന അഭിപ്രായ വിശദീകരണമാണ് ഇത്. ഇനി വമിസാലു തഫ്സീലി ഗൈറിൽ ഖാരിഖി വമിസാലു തഫ്സീലി ഗൈറിൽ ഖാരിഖി ജമ്മിനെ ഇജ്മാഇനെ പൊളിച്ച് കളയാത്ത തഫ്സീലിന്റെ ഉദാഹരണം മാ ഖീല പറയപ്പെട്ട ഒന്ന് തജിബു സകാത്തു ഫി മാലി സ്വബി ദൂനൽ ഹലിയിൽ മുബാഹ് ഹലാലായ ആഭരണം കൂടാതെ കുട്ടിയുടെ സമ്പത്തിൽ സക്കാത്ത് നിർബന്ധമാണെന്ന് പറയപ്പെട്ടു പോയി. അങ്ങനെ പറയുമ്പോൾ അലൈഹി ഷാഫിഈ ഈ അഭിപ്രായത്തിന്റെ മുകളിലാണ് ഷാഫിഈ ഇമാം ഉള്ളത്. വഖദ് ഖീല പറയപ്പെട്ടിട്ടുണ്ട് തജിബു ഫീഹിമാ അത് രണ്ടിലും സക്കാത്ത് എന്താണ് നിർബന്ധമാണ് എന്ന്. വഖീല പറയപ്പെട്ടിട്ടുണ്ട് ലാ തജിബു ഫീഹിമാ അത് രണ്ടിലും സക്കാത്ത് നിർബന്ധമാണെന്ന് നിർബന്ധമാകൂല അത് രണ്ടിലും സക്കാത്ത് നിർബന്ധമാകൂല എന്ന് പറയപ്പെട്ടു. മറ്റു രണ്ടിലും സക്കാത്ത് നിർബന്ധമാകും എന്ന് പറയപ്പെട്ടു. ഫൽ മുഫസ്സിലു ഇവിടെ വിശദീകരിച്ചു തീർന്ന ആള് മുവാഫിഖുൽ ലിമൻ ലൻ യുഫസ്സിൽ ബഅദ മാ ഖാലഹു അദ്ദേഹം പറഞ്ഞ ചില മസ്അലകളിൽ വിശദീകരിച്ചിട്ടില്ല. അങ്ങനെ വിശദീകരിക്കാത്ത ഒരാളോട് യോജിച്ചവരാണ് വിശദീകരിക്കുന്നവൻ. വഅലിമ അറിയപ്പെട്ടു പോയി മിൻ ഹിർമത്തി ഖർഖിൽ ഇജ്മാഇനെ ഖർക്ക് ചെയ്യൽ ഹറാമാണെന്ന് പറഞ്ഞ് അറിയപ്പെട്ടു. അന്നുഹു നിശ്ചയമാട്ടുകാരം യജൂസു ഇഹ്ദാഹു ദലീലിൻ ലിഹുക്മിൻ ഒരു ഹുക്മിന് ഒരു ദലീൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്, അഥവാ ഇദ്ഹാറുഹു ആ ദലീലിനെ വെളിവാക്കുക എന്നുള്ളത് പറ്റും. അത് തഅ്വീലിൻ ലിദലീലിൻ ലിയുവാഫിഖ ഗൈറഹു ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആ പറഞ്ഞതിനെ വ്യാഖ്യാനിക്കുക. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് യുവാഫിഖ ഗൈറഹു മറ്റൊരാളോട് ഈ ദലീൽ യോജിച്ചതിന് വേണ്ടിയിട്ടാണ്. ദലീലിന് വേണ്ടി തഅ്വീൽ ചെയ്യുകയോ ഹുക്മിനെ എന്താക്കുകയോ ലക്ഷ്യം ഉണ്ടാക്കുകയോ ചെയ്യാം. അപ്പൊ തഅ്വീലി ഉണ്ടാക്കാൻ ദലീലെ ഉണ്ടാക്കാൻ കുഴപ്പമില്ല. അവ ഇല്ലത്തിൻ അല്ലെങ്കിൽ ഒരു ഇല്ലത്തിനെ ഉണ്ടാക്കാൻ ഹുക്മിൻ ഒരു വിധി. എങ്ങനത്തെ വിധി? വൈരിമാതക്കറൂഹു അവര് പറഞ്ഞതായ ഒന്നുണ്ട്, അതല്ലാത്തൊരു വിധിക്ക് വേണ്ടി ഇല്ലത്തിനെയും ഉണ്ടാക്കാം.
അതെന്തിനാലാണ് ദലീലി ലക്ഷ്യത്താൽ വ്യാഖ്യാനത്താൽ വൽ ഇല്ലത്തി ഇല്ലത്തിനാൽ ജവാദ് മദ്കൂറാത്ത് ഇവിടെ മദ്കൂറാത്ത് എന്തായി എണ്ണമുടേതായി അങ്ങനെ ജായിസ് ആയതിന് വേണ്ടി അവരെ പറഞ്ഞതല്ലാത്ത വിധി ദലീല് തഅ്വീല് ഇല്ലത്തല്ലേ അതൊക്കെ ആണ് പറയപ്പെട്ടത്. ഈ പറയപ്പെട്ടത് അല്ലാത്തൊരു വിധി വേണ്ട, അതിനാണ് ഇല്ലത്ത് തേടുന്നത്. എപ്പോ ഇല്ലം യഖ്റുക്ക് മാദുക്കറ പറയപ്പെട്ടത് മാദക്റുഹു അവര് പറയപ്പെട്ടതിനോട് എന്താക്കുക ഹർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അപ്പൊ ഇല്ലയ്യഖറുക്ക് മാദുക്കിറ അല്ലെങ്കിൽ മാദുക്കിറ പറയപ്പെട്ട ഒന്ന് ഹർക്ക് ചെയ്തില്ല, മാദക്റുഹു ഫുഖാക്കൾ പറഞ്ഞല്ലോ അവിടെ അതിനെ ഹർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഹറക്കഹു ആ ജമ്പിനെ ഹർക്ക് ചെയ്താൽ അതിനെതിരെ അതിങ്ങനെ ബിയങ്കാലും അവര് പറയാ ലാ ദലീല ലക്ഷ്യമേ ഇല്ല, വലാ തഅ്വീല വ്യാഖ്യാനവുമില്ല, വലാ ഇല്ലത്ത ഇല്ലത്തുമില്ല, വലാ ഇല്ലത്ത ഗൈരി മാ ദക്കർന നമ്മൾ പറഞ്ഞത് അല്ലാത്ത ഒന്നിന്റെ ഇല്ലത്തുമില്ല. വഖീല പറയപ്പെട്ടിട്ടുണ്ട് ലാ യജൂസു ഇദാസു മാ ദുക്ര പറയപ്പെട്ട ഒന്നിനെ പൊതുതാക്കി കൊണ്ടുവരൽ ജായിസാണ്, മുത്തലക്കൻ ജായിസാവൂല എന്നാണ്. മുത്തലക്കൻ നൽകൊരു നിബന്ധനയുമില്ല. കാരണം ഈ ആയത്തിൽ അത്തരം ആളുകളോട് തുടരണം എന്നതിന്റെ മേലിൽ പേടിപ്പിക്കുന്ന മുത്തവഇദായ മുഅ്മിനീൻ ഇത്തിബാഇന്റെ മേൽ പേടിപ്പിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാത്ത ഒരു വഴി തേടിപ്പോകുന്നവർ എന്നാണ്. ഇപ്പൊ ഉജീബാന് മറുപടി നൽകപ്പെട്ടു എന്ന് ഒന്നാണ്, ഖാലവ സബീലഹും അവരുടെ വഴിയോട് അത് എതിരായ ഒന്നാണ്. നമ്മൾ ആ വഴിയോട് അവരെന്താ തഅറുദ് ആവാത്ത കാലത്തോളം, എതിരാവാത്ത കാലത്തോളം, അതായത് ലാമ ഒന്നല്ല ലം യതഅറദു ലഹു അതിന് അവർ വെളിവായിട്ടില്ല, അങ്ങനത്തെ ഒന്നല്ല. കമാലി ഇപ്പൊ നമ്മൾ ഉള്ളതുപോലെ തന്നെ വഉലിമ അറിയപ്പെട്ടു പോയി മിൻ ഹിർമത്തി ഖർഖിൽ ഇജ്മാഇ അല്ലദി മിൻ ശഅഇൽ അഇമ്മത്തി ബഅദഹു ഇജ്മാ ഖർഖ് ചെയ്യൽ ഹറാമാണ് എന്നറിയപ്പെട്ടു. എങ്ങനത്തെ ഇജ്മാ മുഅ്മിനീങ്ങളായ ഇമാമുകളുടെ കാര്യത്തിൽ പെട്ടതാണ്. ബഅദഹു ആ ഇജ്മാഇന് ശേഷം അല്ലാ യഖ്റുഖുഹു ഇജ്മാഅർ പൊളിക്കാതിരിക്കൽ അങ്ങനെ വേണ്ടതാ. എന്താ അറിയപ്പെട്ടെന്ന് ചോദിച്ചാൽ നിശ്ചയമാണ്ടുകാരൻ അവരെ മുർത്തദ്ദാക്കുക എന്നുള്ളത് മുർത്തനിയാണ്. അല്ല ഇർത്തിദാദുൽ ഉമ്മത്തി ബി അസ്രിൻ ഒരു കാലഘട്ടത്തിലുള്ള സമുദായം മുർത്തദ്ദാവുക എന്നുള്ളത് അസംഭവ്യമാണ്, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കേൾവി പ്രകാരം തന്നെ ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ഇർത്തിദാദ് ഇജ്മാഅവും അവർക്ക് മുമ്പ് മുസ്ലിങ്ങളായ ആളുടെ ഇജ്മാ ആണ്, അവർക്ക് മുമ്പുള്ള ഇജ്മാഅനാണ്. ഈ സംഅന്തലക്ക് ഇർത്തിദാദ് പറ്റും. ഇർത്തിദാദ് ഹർക്ക് ചെയ്തു, ഇജ്മാഅൻ ഒരുത്തരുടെ ഇജ്മാഇനെ ഹർക്ക് ചെയ്തു. ഖബീലഹും അവർക്ക് മുമ്പുള്ളവരുടെ അലാ വുജൂബി ഇസ്തിംറാർ ഈമാൻ ഈമാൻ ഇവിടെ ഉറച്ചു നിൽക്കണം, സ്ഥിരമായി നിൽക്കുന്ന നിർബന്ധമാണ് എന്നതിന്റെ മേലിൽ ഇജ്മാഇനെ ഹർക്ക് ചെയ്തു. വൽ ഖർഖു യസ്ദുഖു ബിൽ ഫീലി വൽ ഖൗലി വാക്കുകൊണ്ട് പ്രവൃത്തികൾ ഉണ്ടാകുന്നതാണ് ഹർക്ക്. കമാ യസ്ദുഖുൽ ഇജ്മാ ബിഹിമാ ഈ പറഞ്ഞ രണ്ട് കാര്യം കൊണ്ട് ഇജ്മാ സാധിക്കാവുന്നതുപോലെ ഫീലും ഖൗലും കൊണ്ടും ഇജ്മാ സാധിക്കാവല്ലോ എന്നതുപോലെ തന്നെ ഫീലും ഖൗലും കൊണ്ട് സാധിക്കാവും ഹർക്ക്. വഹുവ അത് ഇർത്തിദാദി സമഅൻ കേൾവി പ്രകാരമായിട്ട് അവരാരും മുർത്തദ്ദാവാൻ പാടില്ല എന്നുള്ളതാണ് വഹുവന് പറഞ്ഞത്. അതിനൊക്കെ തെളിവെന്താ വെച്ചാൽ ലാ തജ്തമി ഉമ്മത്തി അലാ ളലാലത്തി എന്നല്ല പറഞ്ഞത്. ഹദീസ് അങ്ങനല്ല, ലാ തജ്തമി ഉമ്മത്തി അലാ ളലാലത്തിൻ. പിന്നെ അപ്പൊ ആ നിലപാടിലൂടെയാണ് ഈ വിഷയം പറഞ്ഞത്. അലാ ഇസ്തിഗ്റാൽ ഈമാൻ
നിലക്ക് അവർ മുർത്തദ്ദാവാൻ പാടില്ല എന്നുള്ളത് അസ്സഹീഹു, അത് സഹീ തന്നെയാണ്, വിലപ്പെട്ടതാണ്. ലി ഹദീസ് തുർമുദി വഗൈരിഹി, തുർമുദി ഇമാമിന്റെയും അല്ലാതെ ഹദീസ് ഉണ്ടായതിന് വേണ്ടി. എന്താ ഹദീസ്? ഇന്നല്ലാഹ തആല ലാ യുജ്മിഉ ഉമ്മത്തി അലാ വലാലത്തിൻ, എന്നതാ പിഴവിന്റെ മേൽ എന്റെ സമുദായത്തെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടൂല. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് യജൂസു ഇർതിദാദുഹും ശറഅൻ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ശറഇൽ അവർക്ക് മുർത്തദ്ദാവാൻ ജായിസാകുന്നു. കമാ യജൂസു അഖല, ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഇതൊക്കെ ജായിസാവൂലല്ലോ എന്നതുപോലെ ജായിസാവാത്ത ചില കാര്യങ്ങളുണ്ട് മുർത്തദ്ദാവുമ്പോൾ. ഇന്നല്ലാഹ തആല ലാ യജ്മഉ ഉമ്മത്തി അലാ വലാലത്തിൻ, ഹദീസ് പ്രകാരം വക്കീല പറയപ്പെട്ടു യജൂസു ഇർതിദാദും ശറഅൻ, ശറഇൽ അവർക്ക് മുർത്തദ്ദാവാൻ പറ്റുമല്ലോ. കമാ യജൂസു അഖലൻ, അഖലൻ നൽകുകാരൻ ജായിസായതുപോലെ. വലൈസ ബിൽ ഹദീസി, ഹദീസിലില്ല മാ യംനഉ മിൻ ദാലിക, അതിനെ തൊട്ട് തടുക്കുന്നൊന്നുമില്ല. എന്തുകൊണ്ട്? ലിന്തിഫാഇ സിദ്ഖിൽ ഉമ്മത്തി എന്ന് പറയാൻ സാദിഖായത് ഇല്ല. വഖ്തൽ ഇർതിദാദി, മുർത്തദ്ദാകുന്ന സമയത്ത് ഉമ്മത്തി എന്ന് പറയാൻ പറ്റൂല, അതുകൊണ്ടാണ്. വജീബ, മറുപടി നൽകപ്പെട്ടു. ബി അന്ന മഅനൽ ഹദീസി, ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അന്നഹു നിശ്ചയമാണ്ടും കാര്യം ലാ യജ്മഉഹും, അവർ ഇവരെ ഒരുമിച്ച് കൂട്ടുന്നില്ല. അല അയ്യോ ജദമിൻഹും, അവരിൽ നിന്ന് കേൾക്കുന്നതിന് മേലിൽ മാ ഒന്ന് യുദില്ലൂന ബിഹി, അതുകൊണ്ട് അവർ എന്താ വഴിവാപ്പിക്കും. അസ്സാദിഖു ബിൽ ഇർതിദാദി, മുർത്തദ്ദാവൽ കൊണ്ട് സത്യം പറഞ്ഞ ആൾ പുറത്തേക്ക് വന്നു, അയാളോട് ചെയ്യുന്ന ആ രൂപങ്ങൾ പിന്നീട് വരും. ആ രൂപത്തിലൊന്നുമല്ല ചെയ്യേണ്ടത്, അടിക്കേണ്ടത് ഇന്ന ഭാഗത്താന്നൊക്കെ പറയുമല്ലോ, അതന്നെ. അപ്പോ ഉജീബ, മറുപടി പറയപ്പെട്ടു. എന്ത്? ബി അന്ന മഅനൽ ഹദീസി, ഹദീസിന്റെ അർത്ഥം അന്നഹു നിശ്ചയമായിട്ടും ലാ യുജ്മിഉഹും വലാ യൂജദ മിൻഹും മാ യുദില്ലൂന ബിഹി അസ്സാദിഖു ബിൽ ഇർതിദാദി, മുർത്തദ്ദാവുക എന്നതുകൊണ്ട് പറയാൻ പറ്റുന്ന പിഴവ്, അത്തരം ഒരു പിഴവുകൾ ഇവരൊന്നും ഉണ്ടാവുക എന്നതിന്റെ മേൽ അവരെ ഒരുമിച്ച് കൂട്ടൂല എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. ഇന്നല്ലാഹ തആല ലാ യജ്മഉ ഉമ്മത്തി ലാ യുജ്മിഉ ഉമ്മത്തി അലാ വലാലത്തിൻ എന്ന് പറഞ്ഞ അർത്ഥം അങ്ങനെയാണ്. അപ്പൊ ആ താരീഫിൽ വന്നതാണത്. അപ്പൊ നിനക്ക് ഹർക്ക് പാടില്ല. ഉമ്മത്തിന്റെ ഇത്തിഫാഖല്ല, എന്തിന്റെ മേൽ വ്യാസിൽ ഒരു കാലഘട്ടത്തിലുള്ള സമുദായം, ആ സമുദായം യോജിക്കലല്ല. അലാ ജഹിലിമ, ഒരു കാര്യത്തിന്റെ മേൽ, ഒരു കാര്യത്തെ കുറിച്ചുള്ള വിവരമില്ല എന്നതിന്റെ മേൽ അവർ യോജിക്കലല്ല. എങ്ങനത്തെ കാര്യം ചോദിച്ചാല് ഇജ്മാ എന്ന് പറഞ്ഞാൽ തുക്കല്ലവ്, ആ ഉമ്മത്തിനോട് കീർത്തിക്കപ്പെട്ടിട്ടില്ല. ബിഹി, അതുകൊണ്ട് ആ കാര്യം കൊണ്ട് അങ്ങനത്തതായ ഒരു കാര്യത്തിനെ കുറിച്ച് വിവരമില്ല എന്നതിന് വലിത്തിഫാക്കാണ് ഉമ്മത്ത്. അതല്ല ഇവിടെ. അതെങ്ങനെ തക്കല്ലഫുണ്ടാവാതിരിക്കല്? അല്ലം തഅലംഹു, ആ വിഷയത്തെ കുറിച്ച് ജഗലെങ്ങനെ ഉണ്ടാവാനാ? ബി അല്ലം തഅലംഹു, ആ വിഷയത്തെ കുറിച്ച് എന്താവുക? ഈ ഉമ്മത്ത് അറിയാതിരിക്കുക. ഏതുപോലെ ചോദിച്ചാൽ കത്തബുലി ബൈന അമ്മാർ വഹുദൈഫ, അമ്മാറിന്റെയും ഹുദൈഫയുടെയും ഇടയിൽ തബുലാക്കും പോലെ വൈനവലായം തനി, അത് മുക്തനി അല്ലല്ലോ എന്ന, അത് മുക്തനി അല്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ അസക്ക് പ്രകാരം അത് മുക്തനി അല്ല, പറ്റും എന്നല്ലേ. അതിമുൽ ഖത്തി, പിഴക്കലില്ലല്ലോ, ആ വിഷയത്തിൽ പിഴവില്ല. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് അത് മുക്തനി ആണ്. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് അത് യംതനിയോ, മുക്തനി ആകും, പറ്റൂല. ആ തവാബുക്ക് പറ്റൂല. ഇല്ല, അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ, എങ്ങനെ പറ്റുമെന്നായിരുന്നുവെങ്കിൽ, അപ്പൊ അസക്ക് പ്രകാരം പറ്റൂല. ഖത്ത് പിഴവില്ലാത്തതുകൊണ്ട് ആ വിഷയത്തിൽ ഇല്ല, അങ്ങനെയല്ലെങ്കിൽ കാരജഹിലു, വിവരമില്ലായ്മ, ശബീരല്ലഹ, ആ സമുദായത്തിനൊരു മാർഗമായി മാറും. അങ്ങനെ വരുമ്പോൾ ഫയജിബു ഇത്തിബാഉഹാ ഫീഹി, ആ ഒരു വഴിയിലൂടെ
ആ ഇത്തിബാ ഉമ്മത്തിന്റെ ഇത്തിബാ നിർബന്ധമായി വരും. ബഹുവഭാഗത്തിനൊന്നും വരാൻ പാടില്ലതാനും. പറയപ്പെട്ടു പോയി. എന്തുകൊണ്ട് പറയപ്പെട്ടു? സബീലുല്ലഹ, അത് ആ ഉമ്മത്തിലുള്ള മാർഗമാണെന്ന് പറഞ്ഞില്ലേ? ആ ഉമ്മത്തിലുള്ള മാർഗമാണ് എന്ന് പറഞ്ഞത് ആണ് എന്നതുകൊണ്ട് ഉത്തരം നൽകപ്പെട്ടു. കാരണം അന്ന സബീല ഷഖ്സി, ഒരു വ്യക്തിയുടെ വഴി എന്ന് പറയുന്നത് മാ യഖ്താറുഹു, ആ വ്യക്തി തെരഞ്ഞെടുക്കുന്ന ഒന്നാകുന്നു. അത് മിൻ ഫീലിൻ മിൻ ഖൗലിൻ വാക്കാവാം, ഔ ഫീലിൻ അല്ലെങ്കിൽ പ്രവൃത്തിയാവാം. വഅദമുൽ ഇൽമി ബിശൈഇ, ഒരു വസ്തു കൊണ്ട് വിവരമില്ല എന്നുള്ളത് ലൈസ മിൻ ദാലിക, അത് അതിൽപ്പെട്ടതല്ല. അമ്മത്തിഫാഖുഹ, അപ്പോൾ ഉമ്മത്തിന്റെ ഇത്തിഫാഖ് അലാ ജഹിലിൻ മാ കുല്ലിഫത്ത് ബിഹി, ആ ഒരു കാര്യം കൊണ്ട് സമുദായത്തോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം വിവരമില്ല എന്നതിന്റെ മേലുള്ള ഇത്തിഫാഖ് ഫയംതനിഉ ഖത്അൻ, അതൊരിക്കലും പാടില്ല, മുത്തനിയാണ്. ഇനി ഈ ഉമ്മത്ത് രണ്ട് പാർട്ടിയായി ഓഹരിയാവുക എന്നതിൽ എന്ത് വിഷയത്തിൽ? മുത്തശാബിഹ തിരിച്ചറിയാത്ത രണ്ട് മസ്അല, ആ തിരിച്ചറിയാത്തതായിരിക്കുന്ന രണ്ട് മസ്അലയിൽ എല്ലാത്തിലും രണ്ട് പാർട്ടിയായി ഓഹരിയാവുക എന്നതിൽ കുല്ലും മിൻ ഫിർഖത്തൈനി, രണ്ട് പാർട്ടികൾ എല്ലാവരും മുഖ്തിഉൻ, പിഴച്ചവനാണ്. ഒരു മസ്അലയിൽ, അതിനാലാണ് മിനൽ മസ്അലത്തൈനി, രണ്ട് മസ്അലയുണ്ട്. ആ രണ്ട് മസ്അലയിൽ ഒരു മസ്അലയിൽ എന്താണ്? രണ്ട് പാർട്ടികൾ എല്ലാവരും മുഖ്തി ആണ് എന്ന് വരും. അങ്ങനെ ഉണ്ടാവും. എങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ മുസന്നി പറയുന്നത് എന്ന് പറഞ്ഞാല് തറദ്ദുദുൽ പണ്ഡിതന്മാർക്ക് ഇടയാട്ടമാണ്. മസാറുഹു, അങ്ങനെ അഭിപ്രായം വരാനുള്ള സ്ഥലം ഹൽ അഖ്തഅത് എന്ന് ചോദിക്കും പോലെ ഹൽ അഖ്തഅത് രണ്ട് മസ്അലയുടെ മജ്മൂഅ നോക്കുമ്പോൾ അവൾ പേച്ചോ. അപ്പോ ഈ രണ്ട് മസ്അല, അതില് ഒരു മസ്അല പേഴത്, അപ്പൊ അതിന്റെ മസാർ അൽ അഖ്തഅത്ത്, ആ മസ്അല പേച്ചോ. മജ്മൂഅ മസ്അലത്തൈനി, രണ്ട് മസ്അലയും കൂട്ടിയുള്ളതിലേക്ക് നോക്കിയതിന് വേണ്ടിയിട്ടാണ് അതിന്റെ മസാർ അൽ അഖ്തഅത്ത്, അത് പേച്ചോ എന്ന് ചോദിച്ചത്. അപ്പൊ പറയപ്പെട്ടത് മുബ്തലി ആണല്ലോ, പാടില്ലല്ലോ ഉണ്ടാവാൻ. അതിനെ തൊട്ടുള്ള പിഴവ് ഇല്ലാത്തതിന് വേണ്ടി പറയപ്പെട്ടത് മുബ്തലി ആവും. ഹദീസ്, മുമ്പ് പറഞ്ഞ ഹദീസ് കൊണ്ട് അത് ഇല്ല. മുമ്പ് പറഞ്ഞ ഹദീസ് കൊണ്ട് അതിനെ തൊട്ട് ഹത്ത് ഇല്ലാതെയാക്കിയതിന് വേണ്ടിയാ പറഞ്ഞത്. ഔലം യുഹ്തി, അല്ലെങ്കിൽ എന്താന്ന് അറിയാമോ? ഹത്ത് ചെയ്തില്ല, ഇല്ല വഅദഹു, ആ ഉമ്മത്തിൽ ചിലർ മാത്രമേ ഹത്ത് ചെയ്തിട്ടുള്ളൂ. അത് നദർ ഇൽ കുല്ലി മസ്അലത്തിൻ അലാ ഹിദ്ദത്തി, ഓരോന്നിനനുസരിച്ച് ഓരോ മസ്അല ഉണ്ടല്ലോ, എല്ലാ മസ്അലയും അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞതാണ്. മുബ്തലി ആവൂല, അത് അൽ അഖ്റബു, ഏറ്റവും അടുത്തതാണ്. എന്നുള്ളതാ ഒരു സമുദായത്തിന്റെ ഭിന്നിപ്പിൽ ഇല്ലാതിരിക്കല്. ആ സമുദായത്തിന്റെ കാര്യത്തിൽ പെട്ടതാണ് ആരാ? നബി പോയതിന് ശേഷം ആ ഇജ്മാന് ശേഷം ഈ സമുദായത്തിന്റെ കാര്യത്തിൽ പെട്ടതാണ് അല്ലാ യഖ്റുഖുഹു, ആ ഇജ്മാനെ അവർ പൊളിക്കാതിരിക്കല്. ഇജ്മാനെ പൊളിക്കാൻ പാടില്ല എന്നുള്ളതാ. അങ്ങനത്തതായ കാര്യം ഇജ്മാനെ ഹർക്ക് ചെയ്യൽ ഹറാമാണ് എന്നറിയപ്പെട്ടു. അന്നഹു നിശ്ചയമായിട്ടും കാര്യം ലാ ഇജ്മാ ഇല്ല. യലാദു ഇജ്മാ സാബിഖൻ, മുമ്പ് പറഞ്ഞ ഇജ്മാനോട് തുല്യമാകുന്ന സാബിഖ ഇജ്മാനോട് എതിരാകുന്ന ഒരു ഇജ്മായേ ഇല്ല. ഖിലാഫുൽ ബസരി അബി അബ്ദില്ലാഹി ഫി തസ്വീജിഹി, അബി അബ്ദില്ല എന്ന് പറയുന്ന ബസരിക്കാരനെതിരാ
മൂപ്പര് പറയുക മൂപ്പര് ആ കാര്യം ജായിസാക്കുന്നുണ്ട്. ഒരു ഇജ്മാനോട് എതിരുന്ന് മറ്റൊരു ഇജ്മാ ഉണ്ടാവാം. ഖാല അതിന്റെ മകൻ പറഞ്ഞു എന്ത് ലി അന്നഹു ലാ മാനിയ മിൻ ഖൗലിൽ അവൽ മുഗയ്യ ബിവജൂദി സാനി എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് ഉണ്ടാവൽ കൊണ്ട് ആദ്യത്തെ എന്താ മുഗയ്യ അത് ഒഴിവാക്കപ്പെട്ടതായിരിക്കുക, അതിനെ തൊട്ട് തടസ്സമില്ലല്ലോ എന്ന് പറഞ്ഞു. ആ നിലക്കാണ് ഇപ്പൊ പറഞ്ഞത്. അന്നഹു നിശ്ചയമായിട്ടും ഇജ്മാ എന്ന് പറഞ്ഞാൽ ബിനാഅന സഹീഹി അന്നഹു ഖത്ഇയ്യുൻ, അത് ഖത്ഇയ്യാണ് എന്ന സഹീഹായ അഭിപ്രായത്തിന്റെ മേൽ എടുത്തിട്ട് ഇജ്മാ എന്താകുന്നു ലാ യുആരിദുഹു ദലീലുൻ, അതിനോട് ഒരു ദലീലും എതിർക്കൂല. ലാ ഖത്ഇയ്യും വലാ ദന്നിയ്യുൻ എന്നുള്ളതാണ് അതിന് ചേർക്കൂല എന്ന് പറഞ്ഞത്. ചേർക്കൂല ലാ യുആരിദു എതിരാകൂല ദലീലുൻ, ഈ ഇജ്മാനോട് ഒരു ദലീൽ എതിരാകൂല. ലാ ഖത്ഇയ്യോ വലാ ദന്നിയ്യുൻ, ഖത്ഇയ്യോ ദന്നിയ്യോ ആയ ഒരു ലക്ഷ്യവും ഇജ്മാനോട് എതിരാകൂല. കാരണം ഇതില്ലാ തആറുദ ബൈന ഖാതിഅൈനി, രണ്ടും ഉറപ്പുള്ളത്, അത് രണ്ടിനും തആറുദ് ഇല്ലല്ലോ. ലിസ്തിഹാദി ദാലിക, അങ്ങനെ സംഭവിക്കൽ മുഹാലാണ് താനും. വലാ ബൈന ഖാതിഅ വ മദ്ലൂനിൻ, ഒന്ന് ഖാതിയും ഒന്ന് മദ്ലൂനുമാണ്. ഇതിന്റെ ഇടയിലും എന്തില്ല, തആറുദില്ല. കാരണം ലി ഇൽഗാഇൽ മദ്ലൂൻ ഫി മുഖാബലത്തിൽ ഖാതിഇ, ഈ ഖാതിഇന്റെ മുഖാബലയിൽ മദ്ലൂനിനെ ഇൽഗാക്കേണ്ടി വരും. അതുകൊണ്ടാണ് തആറുദില്ല എന്ന് പറഞ്ഞത്. വഅന്ന മുവാഫഖത്തു, ഇജ്മാനോട് യോജിക്കല്, ഖബർ നിലയിൽ യോജിക്കുന്നത്, ലാ തദില്ലു അതറിയിക്കൂല, മുവാഫഖത്ത് അലാ അന്നഹു ഇജ്മാ അൻഹു, ആ ഖബറിനെ തൊട്ടാണ് ഇജ്മാ എന്നുള്ളത് അറിയിക്കൂല. ലി ജവാസിയായി യക്കൂനാണ് വൈരി, ഇതല്ലാത്തിനെ തൊട്ടും ആയി വരാമല്ലോ ഖബർ, അത് ജായിസായ തന്നെ. വലയുങ്കൽ ലന, നമ്മൾക്ക് എന്ത് ചെയ്തിട്ടില്ല, നക്കൽ ചെയ്ത് തന്നിട്ടില്ല. ഇസ്തുമിന, അതെന്താ നക്കൽ ചെയ്ത് കിട്ടാത്തത്? ആ ഖബർ നമ്മൾക്ക് നക്കൽ ചെയ്തിട്ടുമില്ല. ഇസ്തുമിനാബി നക്കൽ ഇജ്മാ എൻകു, അതിനെ തൊട്ടുള്ള, അതായത് ഖബറിനെ തൊട്ടുള്ള ഇജ്മാന്റെ ഇവിടെ ആ ഇജ്മാനെ നക്കൽ ചെയ്യൽ കൊണ്ട് മതിയാക്കി. അപ്പൊ അത് ഇവിടെ എന്തു വേണ്ട, ഇനി ഇവിടെ ഇങ്ങോട്ട് നക്കൽ ചെയ്യേണ്ട ആവശ്യമില്ല ഖബറിനെ. ബൽ പിന്നെയോ എന്താണ് ദാലിക അത്, അഥവാ ഐ കൗനുഹു അൻഹു കുവ, അതായിരിക്കുക ഇതിനെ തൊട്ട് അത് എന്താണ്, അല്ലാഹിറോ ലാഹിറാണത്. ഇല്ലം യൂജദു ഗൈറുഹു, വേറൊന്നും എത്തിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇത് ലാഹിറാണ്, വെളിവാകുന്നതാണ്. ബിമഅനാഹു, അതിന്റെ മഅന കൊണ്ട്. ഇതില്ലാ മുദ്ദലഹു മുസ്തനദ്, ഒരു മുസ്തനദ് ആവശ്യമാണല്ലോ, അതുകൊണ്ട്. കമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതുപോലെ, ഫഇൻ വജദ, അങ്ങനെ എത്തിക്കുകയാണ് എങ്കിൽ, ഫല പറ്റൂല, ലി ജവാസി അയ്യക്കുൽ ഇജ്മാ അൻ ദാലികൽ ഗൈർ, ആ ഗൈർ അല്ലാത്തതിനെ തൊട്ടും ഇവിടെ ഇജ്മാ ഉണ്ടാവൽ ജവാസാണല്ലോ, അതുകൊണ്ട്. പിന്നെ വബൽ, ഇവിടെ ബല്ലിട്ടിക്കണു, അവിടുത്തെ ബല്ല് ഇന്ത്യക്കാലിയത്തുൻ, അതൊരു വിഷയത്തിൽ മറ്റും നീങ്ങിയെന്നേ ഉള്ളൂ. ലാ ഇബ്താലിയത്തുൻ, മുമ്പ് പറഞ്ഞ ബാത്തിലാക്കുന്ന ഒന്നല്ല. പിന്നെ മസ്അലത്തൈനി അലാമാ ഖബലഹുമ, ഈ രണ്ട് മസ്അലയെ ആതേൻ മസ്അലത്തൈനി, അപ്പൊ ഈ രണ്ട് മസ്അലയെ അത്വ് ചെയ്തു. അലാമാ ഖബലഹുമ, അത് രണ്ടിന്റെ മുമ്പ് ഉള്ളത് അയിമക്ക് അത്വ് ചെയ്തു. വഇല്ലം തൻബിയാനി അലാ ഹിർമത്തി ഖർഖൽ ഇജ്മാഇ, ഇജ്മാഇനെ ഹർക്ക് ചെയ്യൽ ഹറാമാണ് എന്നതിന്റെ മേലിൽ അത് രണ്ടും തൻബിനിയായിരുന്നു. തംബിനിയ എടുക്കൽ സിദ്ധിച്ചിട്ടില്ല എങ്കിലും മുസന്നിഫ് അതിന്റെ മേലേക്ക് അത്തവും ചെയ്തു. എന്തിനാത്? അത് തസമ്മം അതാത് പ്രകാരമാണ്. ഓരോ തറക്കം ഇൻകുമാ, ഇനി ഇത് രണ്ടിതൊന്നും മുസന്നിഫ്, ഈ രണ്ട് മസ്അലയൊന്നും മുസന്നിഫ് ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ, ആദ്യം പറഞ്ഞു അന്നഹു, അത് ഒഴിവാക്കുക, പിന്നെ പറഞ്ഞു അന്ന വാബക്ക, അത് ഒഴിവാക്കുക. അത് ചെയ്തിരുന്നുവെങ്കിൽ സലിമ മിൻ ദാലിക വൽ ഇഖ്തിസാരി, വളരെ ചുരുക്കലോടൊപ്പം തന്നെ അതിനെ തൊട്ടൊക്കെ മുസന്നിഫ് രക്ഷപ്പെടുമായിരുന്നേനെ. ഇനി നമുക്ക് എടുക്കാനുള്ള ഖാത്തിമയാണ്
ഇതുവരെ എടുത്ത ഈ ക്ലാസ്സിന് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിലുള്ള അപാകതകളും ന്യൂനതകളും തിരുത്തി അറിയിക്കണമെന്നും അതെല്ലാം അള്ളാഹുത്തല പൊറുത്ത് നമുക്ക് റായത്താക്കി തരട്ടെ എന്നും ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടുകൂടെ ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.